ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ കോമ്പൗണ്ട് നോമൻക്ലേച്ചർ ആണ് ഡൗട്ട് ആയിട്ട് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? COH അല്ലെ, COH അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ പൊസിഷൻ ഇവിടെ നോട്ട് നമ്പർ ചെയ്യണം. സൈക്ലിക് കോമ്പൗണ്ട് ആവുമ്പോൾ 1 2 3 4 5 6. ഇത് COH ആണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. CN ആണ്. പ്രയോറിറ്റിയിൽ ഇത് ഫസ്റ്റ് ആണ്. എന്തുകൊണ്ടായിരുന്നു പ്രയോറിറ്റിയിൽ ഫസ്റ്റ് ആവുന്നത്? ഏറ്റവും ഹൈസ്റ്റ് ആണ് പ്രയോറിറ്റി റൂളിലെ ഏറ്റവും ഹൈസ്റ്റ് ഏതാ? COH ആണ്. ഇനി പ്രയോറിറ്റി റൂള് എവിടെയാണ്? ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 266 കേട്ടോ. ഓക്കെ, ആരെങ്കിലും ഓൺലൈനിൽ ശ്രദ്ധിക്കുക. ഇതാണ് പ്രയോറിറ്റി റൂളായിട്ട് ഈ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ കൊടുത്തേക്കുന്നത് നോക്കിയേ, ഏറ്റവും ഹൈസ്റ്റ് ഏതാ? COOH. അത് കഴിഞ്ഞ SO3H തയനിയൽ അല്ലെ, സൾഫോണിക് ആസിഡ്, ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് SO3H. COOR എസ്റ്റർ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് COCl, CONH2 അമൈഡ്. CN എന്തായിരുന്നു? നൈട്രൈൽ അല്ലെ. CN എന്ന് പറഞ്ഞാൽ എന്താ? സയനൈഡ് ഓർ നൈട്രൈൽ. അപ്പൊ ഇതാണ് പ്രയോറിറ്റി റൂൾ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത് 4 എണ്ണമാണ്. അതെങ്കിലും മിനിമം അറിഞ്ഞു നോക്കണം. ഏറ്റവും ഹയസ്റ്റ് COH, അത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്, അത് കഴിഞ്ഞാൽ കീറ്റോൺ, അത് കഴിഞ്ഞാൽ ആൽക്കഹോൾ. ഇതിന്റെ ഓർഡറിലായിരിക്കും മിക്കവും വരുന്നത്. അപ്പൊ ആൽക്കഹോളും ആൽഡിഹൈഡും തന്നാൽ ആരാണ് പ്രയോറിറ്റി? ആൽഡിഹൈഡ്. ദെൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആരാണ് പ്രയോറിറ്റി? ആൽഡിഹൈഡ്. ഇത് ഓർത്തു വെക്കുക. അതാണ് കൂടുതൽ കോമ്പിനേഷനിൽ വന്നേക്കുന്നത്. ഇപ്പൊ ഇവിടെ കോമ്പിനേഷൻ നിങ്ങൾ കണ്ട COH ഏറ്റവും ഹയസ്റ്റ് ആണ്. അവിടെ നിന്നാണ് നമ്പർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിന്റെ പേരാണ് ആക്ച്വലി ഇത് എന്തായിരുന്നു? പാരന്റ് ചെയിൻ എന്തായിരുന്നു ഇങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലെ, റെഡ് ലെറ്ററിൽ കൊടുത്തേക്കുന്നത് പാരന്റ് ചെയിൻ. അപ്പൊ നിങ്ങൾ നമ്പർ ഇടണം. ഫസ്റ്റ് പൊസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പാരന്റ് ചെയിനില് COH ആണ് ഹയസ്റ്റ് ആയിട്ട് പ്രയോറിറ്റി, അതുകൊണ്ട് അത് കൊടുത്തു. ഇനി ഇത് ബ്രാഞ്ച് ആകും. ഇയാള് ബ്രാഞ്ച് ആയി. ഇത് CN നൈട്രൈൽ എന്നാണ് മെയിൻ സ്ട്രീമിൽ വന്നാൽ എന്താ വിളിക്കുന്നത്? നൈട്രൈൽ. പക്ഷെ അത് ബ്രാഞ്ച് ആയി വരുമ്പോ എന്ത് വിളിക്കും? വിമലെ ഇപ്പൊ പറഞ്ഞത് സയനോ. എന്താ വിളിക്കുന്നത്? സയനോ. അത് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ് എടുക്കുക. ഇതാണ് കൊടുത്തേക്കുന്നത് കണ്ടോ, ടെക്സ്റ്റ് ബുക്ക് പേജ്. ഈ പേജ് 267. അവിടെ നിങ്ങൾക്ക് 2 ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളില് നൈട്രൈൽ എന്ന് പറയുന്ന പ്രിഫിക്സ് ആൻഡ് സഫിക്സ് കൊടുത്തിട്ടുണ്ട്. പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. അപ്പൊ ആൽഡിഹൈഡ് നമ്മൾ എന്താ വിളിക്കുന്നത്? ആൽ. ആൽഡിഹൈഡ് എന്തായിരുന്നു? ആൽ. പക്ഷെ ആൽഡിഹൈഡ് ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് വിളിക്കണം? ഓക്സോ. എന്താ വിളിക്കുന്നത്? ഓക്സോ. പ്രിഫിക്സ് ആയിട്ട് വരുമ്പോ ഓക്സോ. അതാണ് ഓർത്തു വെക്കേണ്ടത്. ഓക്സോ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഫോർമൈൽ. ഓക്സോ ഓർ ഫോർമൈൽ. അപ്പൊ ഇവിടെ CN വന്നിട്ടുണ്ട്. ഏത് പൊസിഷനിലാ? സെക്കൻഡ്. അപ്പൊ 2 എന്താ വിളിക്കുക? സയനോ. ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ തുടങ്ങാം. 2 സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ടാണ് 2 ഉണ്ടോ. ഹൈഫനിട സയൻ. ഇനി എന്ത് വരും? സൈക്ലോ. ഇങ്ങനെ റൗണ്ട് ആയി വന്നാൽ എന്തായിരിക്കും? സൈക്ലോ. സൈക്ലോ. ഹെക്സനോയിക് ആസിഡ്. ഇങ്ങനെയാണ് കൂടുതൽ എഴുതരുത്, തെറ്റാണ്. ഹെക്സനോയിക് ആസിഡ്. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യന്റെ ബ്യൂട്ടി എന്ന് കണ്ടത് ഞാൻ അതാണ്. ഇതില് കാർബണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഈ കാർബൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. COHന് ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേണ്ടോ? ഹെക്സൻ എവിടെ നിർത്തണം? ഹെക്സൻ 1 കാർബോക്സിലിക് ആസിഡ്. ഹെക്സൻ 1 കാർബോക്സിലിക് ആസിഡ്. ഇങ്ങനെ തന്നെ എഴുതണം. കൊടുത്തേക്ക്. ഇനി എന്തുകൊണ്ടാണെന്ന് ഒന്നുകൂടി ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതിന്റെ പേരെന്താ? പ്രൊപ്പനോയിക് ആസിഡ്. ഇതെന്തായിരുന്നു? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് അല്ലേ? ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോ എഴുതുമ്പോ ഇത് ഓർത്ത് നോക്കുക. +2 ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. +2 ഐയുപാക് നെയിം നോമൻക്ലേച്ചറിൽ 4th പേജിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ഇത് നമ്മൾ ഇവിടെ നമ്പർ ഉണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇത് കണ്ടോ, ഈ കാർബണിന് നമ്പർ ഉണ്ട്. എങ്കിൽ മാത്രമേ ഇതിന് പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രൊപ്പനോയിക് ആസിഡ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന്റെ റെഫറൻസ് ക്വസ്റ്റ്യൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം ചെയ്തു പോയാൽ മാത്രമേ ആ പഠിത്തം കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ നോട്ട് പഠിക്കും. നോട്ട് പഠിച്ചിട്ടുണ്ട്. ആ നോട്ട് വെച്ച് നമ്മുടെ ബ്രെയിൻ റെഫർ ചെയ്യും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കുറച്ച് കഴിയുമ്പോൾ
ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വെച്ച് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റണം. അവിടെയാണ് എക്സലൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയിട്ട് പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, അതിനൊന്ന് അഡ്വാൻസർ ആക്കണം. അപ്പോ ഇതില് +2 കിടക്കുന്നത് എന്തുകൊണ്ട്? ഈ നമ്പർ ഇവിടെ 1 ഉണ്ട് അല്ലെ, 1 2 3. അതുകൊണ്ടാണ് 3 വന്ന പ്രൊപ്പ് ഓയിക്ക് കൊടുക്കുമ്പോൾ ഈ കാർബണിന് നമ്പർ 1 ഉണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കും? ഓയിക്ക്. ഇതിന് 1 ഇല്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചേക്കുന്നത് എന്താ? ഇത് തന്നെയാണ് അല്ലെ, പ്രൊപ്പനോയിക്ക്, ബ്യൂട്ടനോയിക്ക്, അങ്ങനെ തന്നെ പഠിച്ചേക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ഇതും കൂടി ഒന്ന് നോക്കി. ഇതിന്റെ പേരെന്താ? ഇത് 1 2 3 4 നമ്പറൊക്കെ കറക്റ്റ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? ബ്യൂട്ടൻ 1,4 ഡൈ. ഡൈ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ, 1ലും വന്നിട്ടുണ്ട് 4ലും വന്നു. ഡൈ ഓയിക് ആസിഡ്. എന്തായിരിക്കും? ഡൈ ഓയിക് ആസിഡ്. ഡൈ ഓയിക് ആസിഡ്. ഡൈ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അപ്പോ ഇതെല്ലാം ഇത് തന്നെയാണ് ആക്ച്വലി. ഇനി ഇത് വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇത് വരുന്ന സിറ്റുവേഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. ഇതേ ക്വസ്റ്റ്യൻ ഈ സൈഡിലാണ്. ഇതിനെങ്ങനെ നമ്പർ ഇടും? +2 ചാപ്റ്ററിന്റെ പേര് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. എക്സെപ്ഷൻ ആയിട്ട് കിടക്കുന്നതാണ്. നിങ്ങൾക്കും വരാം, കാരണം നിങ്ങൾ നോമൻക്ലേച്ചർ ഇവിടെ എന്നാ ഇവിടെ നിന്ന് നമ്പർ ചെയ്താ അല്ലെ 1 2 3 4 5. ഇവിടെ നിന്ന് നമ്പർ ചെയ്താ 1 2 3 4 5. ശരിയല്ലേ? പക്ഷെ ഈ COH ഇത് എന്താണ്? COH തന്നെ അല്ലേ? അല്ലേ? ഓർത്തു നോക്കാം. അപ്പൊ ഈ COH ഇൻക്ലൂഡ് ചെയ്യാതെ പറ്റില്ല. ഇതിനെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ ഇൻക്ലൂഡ് ചെയ്ത് ഇത് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? കാരണം ഈക്വൽ ആണ് ആക്ച്വലി അല്ലെ. നിങ്ങളെ വീട്ടില് 3 കുട്ടികളുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം അല്ലെ. ഒരു 3 ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കണം അല്ലെ, അതായിരിക്കും ബെറ്റർ അല്ലെ. നിങ്ങൾ 3 പേരുണ്ട് എന്ന് കരുതാ വീട്ടില് കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നു, ഇപ്പൊ എന്റെ വീട്ടിൽ പോലും സമ്മതിക്കില്ല അല്ലെ, ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാൾക്ക് വേണ്ടെങ്കിൽ പോലും എന്ത് ഇടിയാവും അല്ലെ. അതിനേക്കാളും ബെറ്റർ എന്താ? കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൊടുക്കൂല. 3 പേർക്ക് ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മുടെ അല്ലെ ഇലക്ഷൻ ഒക്കെ വരുന്ന സമയമാണ് ആക്ച്വലി. ഓർത്ത് നോക്കാം. 3 മന്ത്രിമാരുണ്ടെന്ന് കരുതാം അല്ലെ, ഓർത്ത് നോക്കാം. 2 പേരെ കൺസിഡർ ചെയ്തിട്ട് ഒരാളെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നടക്കോ? ദാറ്റ്സ് ഓൾ. ഇങ്ങനെ വന്നാൽ നമുക്ക് ഈ 3 ആൾക്കാരുണ്ട്, ഈ 3 ആൾക്കാരെയും എടുക്കാനായിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒരെണ്ണത്തിനെടുത്താ മറ്റേയാൾക്ക് പോകും. അങ്ങനെ വരുമ്പോ ഇതെടുക്കും. 1 2 3. ഏതെടുത്തല്ല? COH എടുത്തല്ല, COH എടുത്തല്ല, COH എടുത്തല്ല. COHന്റെ നമ്പർ ഇല്ലെങ്കിൽ, നമ്പർ ഉണ്ടോ? ഇല്ല. എങ്കിൽ എന്ത് കൊടുക്കാം? കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ശ്രദ്ധിക്കുക. പ്രൊപ്പൻ 1,2,3 ട്രൈ. എത്രയാണ്? ട്രൈ, TRI, ട്രൈ കാർബോക്സിലിക് ആസിഡ്. ട്രൈ കാർബോക്സിലിക് ആസിഡ് എടുത്തെഴുതണം കേട്ടോ. ഓക്കെ, എടുത്തെഴുതണം. ഇനി ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ബെൻസീൻ റിംഗ് ആണ്. ഇതിന്റെ നെയിം എന്തായിരിക്കും? ഇതിന്റെ കോമൺ നെയിം താലിക് ആസിഡ് എന്നാണ്. എന്താണ്? താലിക് ആസിഡ്. അടുത്തടുത്ത് COH വന്ന താലിക് ആസിഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് വന്ന ടെറപ്താലിക് ആസിഡ്. അടുത്ത വർഷവും പഠിക്കാനുണ്ട്, ഈ വർഷം ഉള്ളതാണ്. കോമൺ നെയിം, IUPAC നെയിം എന്തായിരിക്കും? ബെൻസീൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ്. വേഗം എഴുതുക. ബെൻസീൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ്. ബെൻസീൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ്. കോമൺ നെയിം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് താലിക് ആസിഡ് എന്ന് എഴുതാം. P വെച്ചാൽ തുടങ്ങാം. Pക്ക് പ്രൊണൗൺസിയേഷൻ ഇല്ല. PTH കേട്ടോ. ഓക്കെ, PTH താലിക് കേട്ടോ. Pക്ക് പ്രൊണൗൺസിയേഷൻ കൊടുക്കണ്ടോ. അപ്പൊ താലിക് ആസിഡ് എന്ന് എഴുതിയാൽ മതി. P എഴുതണം ഫ്രണ്ടിൽ കേട്ടോ. PTHALIC താലിക് ആസിഡ്.
ബെൻസീൻ അല്ലെ 1,2 കേട്ടോ. ഓക്കെ, ബെൻസീൻ 1,2 എന്തായിരിക്കും? ഡൈ കാർബോക്സിലിക് ആസിഡ്. ബെൻസീൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ്. ബെൻസീൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ്. ബെൻസീൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ്. ക്ലിയർ ആണോ? ടൈപ്പ് ഒക്കെ അല്ലേ? വേറെ ഡൗട്ട് ഉള്ളത് ചോദിച്ചു കേട്ടോ. മറ്റേ പ്ലസ് ആറും പ്ലസ് എം മനസ്സിലായി, കുഴപ്പമില്ലല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതൊക്കെയാ? തേർഡ് ചാപ്റ്റർ. സ്ട്രക്ചർ ഓഫ് ആറ്റം വേഗം ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. സ്ട്രക്ചർ എന്നിട്ട് മുമ്പ് കേട്ടോ നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം ഒന്ന് ബ്രീഫ് ചെയ്യാനാ വിമലിന്. സ്ട്രക്ചർ ഓഫ് ആറ്റം ഏതൊക്കെയുണ്ട് നോക്കാനായിട്ട്? ക്ലാസിഫിക്കേഷൻ കുഴപ്പമില്ല. ക്ലാസിഫിക്കേഷൻ വേറെ അല്ല, ടെക്സ്റ്റ് ബുക്കിലെ എക്സെപ്ഷൻ 6 ക്വസ്റ്റൻ ഉണ്ട്, ഉറപ്പാണ്. ആ 6 ക്വസ്റ്റ്യന് എന്തായാലും ഒരെണ്ണം വരും. ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ആ എക്സെപ്ഷൻ ഒന്നും കൂടി പറയാം. എഴുതി വെച്ചിട്ടില്ലേ? ആ 6 ആദ്യം പഠിക്കുക കേട്ടോ, ഓർത്തോക്കെ. എന്നിട്ട് അത് എന്തുകൊണ്ട് വായിച്ചു എഴുതിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ തേർഡ് ചാപ്റ്റർ എലമെന്റ് ക്ലാസിഫിക്കേഷൻ കേട്ടോ. അതിൽ 6 ക്വസ്റ്റൻ ആണ് എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ. എക്സെപ്ഷൻ ക്വസ്റ്റ്യനില് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓർമ്മയുണ്ടോ? ഏത് ഗ്രൂപ്പാ? അവിടെ കിട്ടി 13th ഗ്രൂപ്പ്. അപ്പൊ ഏതായിരുന്നു? ബോറോൺ, അലൂമിനിയം, ഗാലിയം. അലൂമിനിയവും ഗാലിയവും തമ്മിൽ എക്സെപ്ഷൻ ആണ്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യാണ്, അതിന് പകരം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. റീസൺ? പുവർ സ്ക്രീനിങ് എഫക്ട്. പുവർ സ്ക്രീനിങ് എഫക്ട് ഓർ അനദർ വേർഡ് ഷീൽഡിങ്. കണ്ടോ അവിടെ കിട്ടി? ഷീൽഡിങ് എഫക്ട്. കണ്ടോ ഓർത്ത് നോക്കാം. പുവർ ഷീൽഡിങ് എഫക്ട്. ആ രണ്ടെണ്ണം ഓർത്ത് നോക്കുക. ഇന്നേറ്റ് പെയർ എഫക്ട് ഓർമ്മയുണ്ടല്ലോ? ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് 2 കുറയുന്നത്. പിന്നെ വരുന്നതില് അടുത്ത് വരുന്ന നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നൈട്രജൻ ആൻഡ് ഓക്സിജൻ എക്സെപ്ഷൻ എന്തുകൊണ്ടാണ്? നൈട്രജൻ സിംഗിളി ഓക്യുപ്പൈഡ് ആവും. അപ്പൊ എന്ത് വരും? സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അയണൈസേഷൻ താഴ്ത്തി ഇൻക്രീസസ്. അപ്പൊ ഓക്സിജനും നൈട്രജനും വരുമ്പോഴുള്ള എക്സെപ്ഷൻ. ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെ? ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ വിച്ച് ഈസ് ഹയർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് വൈ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഹൈയസ്റ്റ് ഫ്ലൂറിൻ ആണ്. പക്ഷെ ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ എത്തുമ്പോൾ ആർക്കാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ. സോറി, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ. ക്ലോറിൻ ആണ് ഹയർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആസ് കമ്പയർഡ് ടു ഫ്ലൂറിൻ. കാരണം എന്താ? ഇന്റർ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇന്റർ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൾഷൻ. ക്ലോറിൻ ഔട്ടർ മോസ്റ്റില് കൂടുതൽ സ്പേസ് ഉണ്ട് അല്ലെ? ക്ലോറിൻ 17 ആണ്. 2,8,7. ഏത് ഷെല്ല? KLM. എം ഷെല്ല് മാക്സിമം ഓക്യുപ്പൈ ചെയ്യുന്ന എത്രയാ? 18. എത്രയാ വരുന്നത്? 18. അപ്പൊ 18 ഓക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. 1 മോർ മതി. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർക്കാണ് കൂടുതൽ? ക്ലോറിൻ ആസ് കമ്പയർഡ് ടു ഫ്ലൂറിൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഹൈയസ്റ്റ് ആരാ? ഫ്ലൂറിൻ അല്ലെ? പോളിസ്കേവിൽ എത്രയായിരുന്നു ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ? എന്താ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 4. എത്രയായിരുന്നു? 4 അല്ലെ? സെക്കൻഡ് ഹൈയസ്റ്റ് ആരായിരുന്നു? ഓക്സിജൻ 3.5. അപ്പൊ അതുള്ളൂ. ഇനി സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് നമ്മളിപ്പോ ചോദിച്ചേക്കുന്നത്. നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഓർത്തു നോക്കുക അല്ലെ? പ്രോട്ടോൺ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? JJ തോംസൺ. പ്രോട്ടോൺ എന്നുള്ള പേരൊക്കെ കൊടുത്താരാ? JJ തോംസൺ. ദെൻ അടുത്ത സയന്റിസ്റ്റ് എത്തി. ആരാണ്? ഗോൾഡ് സ്റ്റെയിൻ. ആരായിരുന്നു അല്ലെ? പ്രോട്ടോണെ ഫൈൻഡ് ചെയ്ത എക്സ്പെരിമെന്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? കാഥോഡ് റേ എക്സ്പെരിമെന്റ് അല്ലെ? അപ്പോ കാഥോഡ് റേയുടെ ഡെഫിനിഷൻ എന്താ? ദ റേ ബിഗിൻ ഫ്രം കാഥോഡ് ടു ആനോഡ് ആൻഡ് ദെൻ എന്തായിരുന്നു? കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. പ്രോട്ടോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ദെൻ ജെയിംസ് ചാഡ്വിക് എന്തായിരുന്നു? ന്യൂട്രോൺ ഫൈൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ മോഡലുകളാണ്. തോംസൺ മോഡൽ, റുദർഫോർഡ് മോഡൽ, ബോർ മോഡൽ അല്ലെ? ആ മോഡൽസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അവിടെ തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതിൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഈക്വൽ ടു hν. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഈക്വൽ ടു hν. hന്റെ വാല്യൂ 6.626 into 10⁻⁻34. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ hന്റെ വാല്യൂ കിട്ടി അല്ലെ? അവിടെ പറഞ്ഞു hന്റെ വാല്യൂ എത്രയായിരുന്നു? 626 into 10⁻⁻34. h എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു അല്ലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഒരു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഒക്കെ പറയുന്നുണ്ട്, അത് വായിച്ചു നോക്കുക. ന്യൂ ഫ്രീക്വൻസി, ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. ഓക്കെ, ലാംഡ വേവ് ലെങ്ത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. ബീം ഓഫ് ലൈറ്റ് ഫോൾ ഇൻ എ മെറ്റൽ സർഫസ്, ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അവിടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ, ന്യൂ സീറോ അല്ലെ. അവിടെ ന്യൂ സീറോ എന്ന് പറഞ്ഞ് എഴുതും. വാട്ട് യു മീൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി? മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ അല്ലെ. ഓർത്തു വെക്കുക, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ദെൻ എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്, വർക്ക് ഫംഗ്ഷൻ. വേണമെങ്കിൽ വരാം. എച്ച് ന്യൂ സീറോനെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? വർക്ക് ഫംഗ്ഷൻ. അവിടെ നിന്ന് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ. ആ കിട്ടി, കെ ഇ ഈക്വൽ ടു കെ ഇ. കെ ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ്. കെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? കൈനറ്റിക് എനർജി അല്ലെ. കൈനറ്റിക് എനർജി ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കെ ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഹാഫ് എം ബി സ്ക്വയർ അല്ലെ. ഓക്കെ, ദെൻ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്, അതൊന്ന് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ബോർ മോഡൽ എന്ന് പറയുന്നതിന് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. എനർജി ഓഫ് nth ഓർബിറ്റൽ ഇ എൻ, പിന്നെ അത് കഴിഞ്ഞാൽ ആർ എൻ, റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ. ഇത് രണ്ടെണ്ണം നന്നായിട്ട് പഠിക്കുക, ക്ലിയർ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. കാരണം ഈ ബോർ വരെയുള്ളത് നിങ്ങൾ 9th പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞു 11th എത്തുമ്പോൾ ഈ ചാപ്റ്ററിന്റെ മെയിൻ എയിം ഒരെണ്ണേ ഉള്ളൂ. അതെന്തായിരുന്നു? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. 4 ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസ്യൂമത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ ക്വാണ്ടം നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയണം കേട്ടോ. അതിന് വലിയൊരു ചാർട്ടൊക്കെ വരച്ചിട്ടുണ്ട്, നമ്മൾ ഓർമ്മയുണ്ടോ പഠിക്കാനായിട്ടുള്ള ചാർട്ട്? ആ ചാർട്ടൊക്കെ ഒന്ന് എടുത്തു വെക്കുക അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ല അത് എടുത്തേക്കുന്നത്, നമ്മളൊരു പഠിക്കാനായിട്ട് ഒരു ടിപ്പായിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ചാർട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ദെൻ ആ റിലേഷൻഷിപ്പ് ഒക്കെ ഓർത്ത് നോക്കണം. ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ അല്ലെ, അസിമെട്രിക് ക്വാണ്ടം നമ്പർ എൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം, ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ അവര് നമ്മൾ ആ റിലേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ടൊക്കെ ഓർത്ത് നോക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് തിയറീസ് ആണ് വരുന്നത്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി അല്ലെ. ഓർത്ത് നോക്കുക, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ഹെയ്സൻബർഗ്. അവിടെ കിട്ടി അല്ലെ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇക്വേഷൻ എന്തായിരുന്നു? കിട്ടി, ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ക്ലിയർ അല്ലേ? എച്ച് ബൈ 4π. ഡെഫിനിഷൻ തിയററ്റിക്കൽ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അവര് എന്താണ് കുറെ കഷ്ടപ്പെട്ട് കണ്ടെത്തുന്നതാണ് കേട്ടോ, ഓർത്ത് വെക്കാം. എച്ച് ബൈ 4π വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടും. വേറെ സംഭവം ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെ എന്നിന്റെ, അത് വെച്ചിട്ടാണ് ഇതിലേക്ക് എത്തണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഡെറിവേഷനിൽ വേറെ ഒന്നുമില്ല. പക്ഷെ എന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി എക്സാക്ട് പൊസിഷൻ അല്ലെ ആൻഡ് മൊമെന്റം ഓഫ് ആൻ എ സബാറ്റമിക് പാർട്ടിക്കിൾ. ഇത് വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഡി ബ്രോഗ്ലി ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് രണ്ടാൾക്കാർ വരും. ആരൊക്കെയാ? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എന്തായിരുന്നു? ഹൺസ് റൂൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അഫ്വ പ്രിൻസിപ്പിൾ. ഇത്രയും പെട്ടെന്ന് നോക്കുക. ദെൻ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒരു എയിം ഉണ്ടാവണം. ബാക്കിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ പറഞ്ഞില്ലേ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തുടങ്ങാം. ദെൻ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആ ബോറിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്രിഗോറിയനിലാണെങ്കിൽ അത് വരാൻ ഒട്ടും ചാൻസ് ഇല്ല കേട്ടോ. ഓർത്തോ, നിങ്ങൾക്ക് തന്നില്ല ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല കേട്ടോ. ഓർത്തോ, നോർമലി നിങ്ങൾക്ക് ഇന്ന പോർഷൻസ് ആണ് പഠിക്കണ്ടേന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ ഇട്ട് തരും. എടുത്തില്ല, അപ്പൊ ഇത് തന്നെ എടുത്തു ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്തു നോക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വേണേ ഇറങ്ങിക്കോ കേട്ടോ. ഓക്കെ, ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ഓക്കെ, നല്ല മാർക്ക് കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, ഇറങ്ങിക്കോ. നിങ്ങൾ നേരത്തെ വന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോവാം. നിങ്ങൾക്ക് എക്സാം പറഞ്ഞുണ്ടോ ഭവൻസിന് എന്നാ? ഫെബ്രുവരി 13 അല്ലേ? ഓക്കെ, ഇന്ന് നേരത്തെ പറഞ്ഞോളൂ കേട്ടോ. ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, കാരണം ഇവർക്ക് ഇത്തിരി സമയം കിട്ടും. ഒരു കാര്യം ചെയ്യാം, ഇനി ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അടുത്ത
സാറ്റർഡേ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉള്ളൂ നിങ്ങൾക്ക് എക്സാം ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ടുള്ള ഒരു ടോപ്പിക്കോ കണ്ടന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഹൈഡ്രോ കാർബൺ, ഓർഗാനിക്, റിഡോക്സ്. അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പോർഷൻ പിന്നെ എടുത്തു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. അതൊഴിച്ച് ഏതാ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തല്ലേ, ഞാൻ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അത് ഞാൻ ചെയ്യണം. ഏതാ വേറെ ചാപ്റ്റർ നോക്കണം. വേറെ ചാപ്റ്റർ നോക്കാനാ നിങ്ങൾ പറഞ്ഞു തന്നോ? ഫസ്റ്റ് 3 അങ്ങനെ വെക്കണോ? ഫസ്റ്റ് 3 വെക്കണം എന്ന് പറഞ്ഞൊരു സജഷൻ. ലാസ്റ്റ് 3 എത്ര പേർക്ക് വേണം? ഹാൻഡ് റൈസ് ചെയ്യാം. കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം. ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എക്സാമിന് വേണം എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഫസ്റ്റ് 3 വേണമെന്ന് പറയുന്നത് എത്ര പേരാണ്? 2 പേരുള്ളൂ. ഇല്ല, എല്ലാവരും കൈ വെക്കണം ഏതെങ്കിലും ഒരെണ്ണത്തില് കേട്ടോ. ലാസ്റ്റ് 3 എത്ര പേർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം? ലാസ്റ്റ് 3 വേറെ ആരും നോക്കണ്ട, നിങ്ങൾ കൈ വെക്കുക. ഓക്കെ, 1 2 3 4 5. വേണ്ട വേണ്ട വേണ്ട, ലാസ്റ്റ് 3 വേണ്ട. 1 2 3 4 5. ഫസ്റ്റ് 3 ഇല്ലേ? കൈ ഉയർത്തണം, ഹാൻഡ് റൈസ് ചെയ്യണം. ഓക്കെ, 6 ആൾക്കാരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 3 കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് 3ക്ക് വേണമെന്നാണ് കൂടുതൽ ആൾക്കാർ വരണേ. ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് 3 എടുക്കുക കേട്ടോ. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് മതി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 3 വെക്കാം, കുഴപ്പമില്ല കേട്ടോ. അതിന് അഡ്വാൻറ്റേജ് ഉണ്ട് വേറെ രീതിയിൽ കേട്ടോ. വേറെ രീതിയിൽ നിങ്ങൾക്ക് അത് കിട്ടും. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏതായിരിക്കും? ലാസ്റ്റ് 3 ആണ്. ലാസ്റ്റ് 3 ആണ്. പക്ഷെ അത് ലാസ്റ്റ് പഠിച്ചാലും മതി, എക്സാം നിങ്ങൾക്ക് ആ സമയത്തല്ലേ വരുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ ഇയാള് നേരെ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഓക്കെ, കാരണം കൂടുതൽ എക്സാം എടുത്തു തന്നെയാണ്. എന്തായാലും നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ കവർ ചെയ്തു പോകും. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ് ഒന്ന് ഓർഡറിൽ നോക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ മറന്നൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ എന്താ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അതിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ പേജ് ഒക്കെ തുറക്കുമ്പോൾ അല്ലെ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് വരും. അത് കഴിഞ്ഞാൽ എന്തായിരുന്നു ആക്ച്വലി മാറ്റർ ഡിവൈഡഡ് ഇൻടു 2 ടൈപ്പ്. എന്തൊക്കെയായിരുന്നു ഫസ്റ്റ്? മിക്സർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെ? പ്യുവർ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ഇൻ 2 എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്. പിന്നെന്തായിരുന്നു? മിക്സർ ഡിവൈഡഡ് ഇൻ 2 ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഇതിന്റെ ലാസ്റ്റ് വരുന്ന എക്സാമ്പിൾ എല്ലാം ഓർത്ത് വെക്കണം. അത്രേ പറയാനുള്ളൂ കേട്ടോ. ഓർത്ത് വെക്കുക. അതിന്റെ ഡെഫിനിഷനോ ബാക്കി കാര്യങ്ങളെക്കാളേറെ. ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ വേർഡ് ഓർത്ത് വെക്കുക. അതില് യൂണിഫോം കോമ്പോസിഷൻ. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ യൂണിഫോം കോമ്പോസിഷൻ. ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഷുഗർ വാട്ടറിന് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച ഷുഗറും വാട്ടറും ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് യൂണിഫോം കോമ്പോസിഷൻ. സോൾട്ട് വാട്ടർ യൂണിഫോം കോമ്പോസിഷൻ. നമുക്ക് കാണാൻ പറ്റില്ല, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണുന്നതെല്ലാം ഹെട്രോജീനിയസ്. സാൻഡ് ആൻഡ് വാട്ടർ ഫിസിക്കലി നമുക്ക് അല്ലെ രണ്ടായിട്ട് കാണാൻ പറ്റും, എങ്കിലും എന്താ? ഹെട്രോജീനിയസ്. അങ്ങനെ ഓർത്തു വെക്കുക. എല്ലാത്തിന്റെ എക്സാമ്പിൾസ് ഒരെണ്ണം പഠിച്ചു വെക്കാം. ഇത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ യൂണിറ്റുകളുണ്ട്. യൂണിറ്റുകളെല്ലാം അറിയണം. SI യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്ന SI യൂണിറ്റ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. ദെൻ നെക്സ്റ്റ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ദെൻ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ആവശ്യമുള്ളത്. അത് കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തിനും അറിയാവുന്ന സമയത്ത്. ദെൻ വേറെ കുറെ കാര്യങ്ങൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം അല്ലെ? ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില ഓർത്ത് നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ ആ ഒരു സംഭവമൊക്കെ എത്തിക്കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് ആ ഒരു പേജ് കഴിയും. ഇത് കഴിഞ്ഞാൽ ലോസ് ഉണ്ട് അല്ലെ? ലോ ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പിന്നെന്തായിരുന്നു? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അത് കഴിഞ്ഞാൽ ഗെയ്-ലൂസർ ലോ, അവഗാഡ്രോസ് ലോ. അങ്ങനെ കുറെ ലോസ് ഉണ്ട്. അതില് നിങ്ങൾ ആ ലോ ഒന്ന് ഓർത്തു വെക്കുക. ആദ്യത്തെ ലോ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനർജി മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദെൻ അത് കഴിഞ്ഞാൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. അതിന്റെ
ലോ എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. ആ ഹരി കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ, ഓർത്ത് നോക്കാം. ആണോ? ആ സയൻ പറഞ്ഞു, കറക്റ്റാ. വാട്ടർ അല്ലേ? വാട്ടർ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 അല്ലേ? ഓക്സിജൻ 1 ആണ്. മാസ് റേഷ്യോ എത്രയായിരിക്കും ഇതിന്റെ? മാസ് റേഷ്യോ ഹൈഡ്രജൻ 1 into 2 2, ഓക്സിജൻ മാസ് എത്രയാ? 16. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 1:8. 1:8 കേട്ടോ. അപ്പോ ഇത് അവർ പറയുന്നത് വേൾഡിൽ എവിടെ വാട്ടർ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും. കയ്യിൽ കുറച്ച് വാട്ടർ ഉണ്ട്, നമ്മൾ പണ്ട് പഠിപ്പിച്ചതാണ് അല്ലെ, കയ്യിൽ കുറച്ച് വാട്ടർ ഉണ്ട്, അതിന് നോക്കുക. എ ഗിവൺ കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൾവേസ് എക്സാക്ട് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ബൈ മാസ് കേട്ടോ. എ ഗിവൺ കോമ്പൗണ്ട് കണ്ടെയ്ൻ ഓൾവേസ് എക്സാക്ട് പ്രൊപ്പോർഷൻ ബൈ മാസ്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ആ പ്രൊപ്പോർഷൻ ബൈ മാസ് എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. പറഞ്ഞു മാസ്. കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അതാണ് ഭയങ്കര ഈസിയസ്റ്റ്. അതും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? ഇതുപോലെ H2 plus O2 gives എന്ത് വരും? H2. Then H2 plus O2 gives എന്ത് വരും? H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി ഇതിന്റെ പ്രൊപ്പോർഷൻ നമുക്ക് നോക്കാം. ഇത് 2 ആണ് അല്ലെ? ഇത് ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ നമുക്ക് അല്ലെ? ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് O2 അല്ലേ? 2 into 2 ക്യാൻസൽ ചെയ്താൽ ഒരെണ്ണമല്ലേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ ഹൈഡ്രജൻ എത്ര മാസാ കൊടുത്തേക്കുന്നത്? 2. ഇവിടെ എത്രയായിരുന്നു? 2 2 കട്ട് ചെയ്യുക, 1 ഓക്സിജൻ. 1 ഓക്സിജൻ എത്രയായിരിക്കും? 16. അപ്പൊ ഇത് 2 gram, ഇത് 16 gram അല്ലെ? അപ്പൊ H2O കിട്ടി. ഇത് എത്രയായിരിക്കും? 2 gram 32 gram. എത്ര കിട്ടി? H2O2. അപ്പോ ഇവിടെ ഇത് നമ്മൾ കണ്ടല്ലോ, ഈ സംഭവം ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? 16:32. എത്ര കിട്ടി? 1:2. ഇവനാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ മെയിൻ താരം. ഓക്കെ, ഇതിൽ എങ്ങനെയാ ഡെഫിനിഷൻ നമ്മൾ പറയാം? 2 or more compound combined to form എന്തായിരിക്കും അല്ലെ? മോർ ദാൻ 1 compound കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ 2 element combined to form കേട്ടോ. 2 element combined to form more than 1 compound. 2 എലമെന്റുകളാണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കമ്പൈൻഡ് ടു ഫോം എന്ത് ചെയ്തു? വാട്ടർ കിട്ടി, ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുറെ കോമ്പൗണ്ടുകൾ അല്ലെ? ഒരേ എലമെന്റിന്റെ തന്നെ പ്രൊപ്പോർഷൻ മാറ്റി കഴിഞ്ഞാൽ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇതാണ് അവർ പറയുന്ന മെയിൻ കൺസെപ്റ്റ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ 2 element combined to form more than അല്ലെ? more than 2 compound. more than 2 compound കേട്ടോ. ഓർത്ത് നോക്കുക. ഒരെണ്ണമല്ല, more than 2 element combined to form more than 2 compound. Mass of one element combined with fixed mass of other element to form simple whole number ratio. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാ? 2 element combined to form more than 2 compound. Mass of one element, ഇയാളെ മനസ്സിൽ കാണണം കേട്ടോ. Mass of one element, സോറി, ഇത് ഈ ബോക്സ് വെച്ചേക്കുന്നതാണ്. Mass of one element combined to fixed mass, ഇത് ഫിക്സ് അല്ലേ? ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് ടു ഫോം എന്തായിരിക്കും? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. ക്ലിയർ ആണ്? ഓക്കെ കേട്ടോ. ക്ലിയർ ആയിട്ട് കിട്ടണം. ഒന്നുകൂടി പറയാം. അത് കഴിഞ്ഞാൽ എവിടെ റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം. 2 element combined to form more than 1 compound അല്ലെങ്കിൽ more than 2 compound കേട്ടോ. more than 1 എന്ന് പറഞ്ഞാൽ മതി. more than 1 എന്ന് പറഞ്ഞ് 2 ശരിയാ. more than 1 compound. Mass of one element അല്ലേ? combined with the fixed mass of other element to form simple whole number ratio. എല്ലാം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അവിടെ 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 ഇവിടെ 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 കേട്ടോ. ഓർത്ത് നോക്കാം. എല്ലാം എൻ്റെ കേട്ടോ. ഓർത്ത് നോക്കാം. വിഷമിക്കണ്ട, അത് കണ്ട അയാൾക്ക് വിഷമം അല്ലേ? ചോദിക്കണില്ല എന്ന് പറഞ്ഞിട്ട്.
ഫിക്സഡ്. കേട്ടോ, ഇത് മനസ്സിലൊന്ന് കാണുക, ക്ലിയർ ചെയ്യുക. ഇനി എന്തിനാ ഇത് പഠിക്കുന്നത്? അതും കൂടി ഓർത്ത് നോക്കണ്ടേ. പണ്ടത്തെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് 2 ഗ്രാം എടുക്കും, 16 ഗ്രാം എടുക്കും, ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാവും നോക്കും. പിറ്റേ ദിവസം 16.5 ഗ്രാം എടുക്കും, പുതിയ കോമ്പൗണ്ട് ഉണ്ടാവും നോക്കും. ഇങ്ങനെ അയാളുടെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങാനും ഒരു പുതിയ കോമ്പൗണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വേർഡിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മിക്സ് ചെയ്തിട്ട് നമ്മൾ അല്ലേ, ഇപ്പൊ കടയിൽ പോയി കഴിഞ്ഞാൽ തന്തൂരി ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, കേട്ടോ ഓർത്ത് നോക്കാം. പിന്നെ എന്തൊക്കെയുണ്ട്, ബ്രോൺസ്റ്റഡ് ചിക്കൻ, അങ്ങനെ പേരുകളില്ലേ, അതെല്ലാം ഒരേപോലെ ആയിരിക്കും, ഒരേ ടേസ്റ്റ് ആയിരിക്കും. എന്താ വ്യത്യാസം? ഒരെണ്ണത്തിൽ വരണം മറ്റേ കൂടുതലിടും, അല്ലെ ചിക്കൻ മാറ്റിയിട്ട് വേറെ വല്ല ഇടും? ഇല്ലല്ലോ. ചിക്കൻ അതിന്റെ മെയിൻ ആളാണ്, അതിലേക്ക് വേറൊരു സംഭവം ഇട്ടു, അല്ലെ ഓർത്ത് വെക്കാം. അങ്ങനെ മാറ്റി എന്ത് ചെയ്യും, പേരും എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ പുതിയൊരു ഡിഷ് ഉണ്ടാവുന്നത് എങ്ങനെയാ? പുതിയ ഡിഷ് ഉണ്ടാവുന്ന എങ്ങനെയാ? അത് മിക്സ് ചെയ്ത് നല്ലൊരു സംഭവം ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കും, അല്ലെ ഓർത്ത് നോക്കാം. ഇയാള് എന്ത് ചെയ്യുന്നു, അത് മിക്സ് ചെയ്യുന്നു, അല്ലെ വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കുന്നു, അമ്മ ഛർദ്ദിക്കുന്നു, വേഗം തന്നെ എന്ത് ചെയ്യുന്നു, അല്ലെ നോർമലി ആ ഡിഷ് ആർക്കും കൊടുക്കില്ല, അല്ലെ ഓർത്ത് നോക്കാം. ഇനി ഇൻ കേസ് അയാൾ പിറ്റേ ദിവസം ഉണ്ടാക്കും, അയാൾ വിട്ടില്ല, പിറ്റേ ദിവസം ഉണ്ടാക്കി അടിപൊളിയാണ് എന്ന് അമ്മ പറഞ്ഞു, അല്ലെ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഫ്രണ്ട്സിന് കൊണ്ടുവന്ന് കൊടുത്തു, ഫ്രണ്ട്സ് കഴിച്ചു, അതല്ല ഫേമസ് ആയി, അയാൾ എന്തായി, KFC പോലെ ആയി, അല്ലെ ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ആവുന്നത്. അപ്പൊ ആദ്യം ഉണ്ടാവുന്നത് കറക്റ്റ് ആയിരിക്കോ? അല്ല, നീ KFC കഥയൊക്കെ കേട്ടല്ലേ? പുള്ളി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, KFC ഉണ്ടാക്കിയേക്കുന്ന കഥ കേട്ടല്ലേ? പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കി ആ റെസിപ്പിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു. അപ്പൊ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. അങ്ങനെ എത്ര എണ്ണമാണ്, 60 റെസ്റ്റോറന്റ് എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. പക്ഷെ പുള്ളി വിട്ടില്ല. അതുപോലെ അല്ലെ, ഇത്രയും ഫ്രാഞ്ചൈസി ആയിപ്പോ അല്ലെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന കേട്ടോ, ഓക്കെ ആ ഒരു സംഭവം ഉണ്ടാക്കി, അല്ലെ ഓക്കെ. അതിനേക്കാളും നിങ്ങളുടെ വീട്ടിൽ അതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കില്ലേ, കണ്ട അവരുടെ വീട്ടിൽ അതിനേക്കാളും നന്നായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കും, കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ അതെന്താ, ഇതേ കൺസെപ്റ്റ് ആണ്. അപ്പോ ഈ സയന്റിസ്റ്റ് ഒരു ഉപകാരം ഉണ്ടായി, വാട്ടർ കിട്ടി. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ 1:2 എന്ന് പറഞ്ഞ് ഇതിന്റെ ഇടയിൽ ഒരു കോമ്പൗണ്ട് പുതിയത് ഉണ്ടാവില്ല, ഇത് തന്നെയായിരിക്കും. ഇത് 17 ഗ്രാം കൊടുത്താലും എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും, ബാക്കി ഓക്സിജൻ ആയിട്ട് അങ്ങ് പോകും. ഇത് 20 ഗ്രാം കൊടുത്താലും എന്താവും, വാട്ടർ ഉണ്ടാവും, ബാക്കിയുള്ളത് അവിടെ ഓക്സിജൻ ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് കണ്ടെത്താൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് 2 ഗ്രാം 16 ഗ്രാം എടുത്തു, ഇത് 2 ഗ്രാം 32 ഗ്രാം. പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇനി അടുത്ത് എന്താക്കണം, ഇത് 2 ഗ്രാമും ഇത് എത്രയാവും, 3 × 16 എത്ര വരും, 48 അല്ലെ, 48 ഗ്രാം. അപ്പോ ആ 48 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാം പുതിയത്. അങ്ങനെ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോ വലിയൊരു ഡിസ്കവറി ആയിരുന്നു ഇത്. കാരണം പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടാണ്. ഇപ്പോഴാണ് ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. പുതിയ പ്രോഡക്റ്റിന്റെ കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ ഒരെണ്ണം ഫിക്സ്ഡ് ആക്കിയിട്ട് മറ്റേത് എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് ഈ കണ്ടെത്തിക്കുന്നതിന്റെ എയിം എന്ന് പറയുന്നത്, കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്നോട് പറയാം. വേം പറഞ്ഞു. മാസ് ഓഫ് വൺ എലമെന്റ് സിമ്പിൾ ബോണ്ട് നമ്പർ റേഷ്യോ തന്നെ ഇവിടെ. ഉണ്ടോ? അപ്പൊ എല്ലാവർക്കും പറയുന്നത് ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുന്നതാണ് അല്ലെ. കുറച്ച് കഴിഞ്ഞിട്ട് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഈ ലോസുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാൽ ലോസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, അവിടെ മുതലാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് +2 ആവശ്യമായിട്ടുള്ളത്. ലോ കഴിഞ്ഞിട്ടുള്ള ഇനി പറയുന്ന കാര്യം അൾട്രാ ക്ലിയർ ആയിരിക്കണം. അത് ഈ എക്സാമിന് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല, +2 ബേസ് ആണത്. ആ ബേസിൽ ആദ്യം വരുന്നത് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എല്ലാ ചാപ്റ്ററിലും എങ്ങനെ വേണമെങ്കിലും വരാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് മോൾ കൺസെപ്റ്റ്. കെമിസ്ട്രിയുടെ ബേസ് ആണത്. മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മോൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണ്. ഫസ്റ്റ് ഓർത്ത് നോക്കുക, നമ്പർ. ആ നമ്പർ എത്രയായിരുന്നു, 6.022 × 10⁻23. ദെൻ ആ നമ്പറും ആരുമായിട്ട് റിലേഷൻ ഉണ്ട്, മാസ് ആയിട്ട് റിലേഷൻ ഉണ്ട് അല്ലെ. ഓക്കെ, നമ്മളൊരു ടേബിൾ ആയിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. അത് ആരായിട്ട് റിലേറ്റഡ് ആണ്, മാസ്. മാസ് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു അത്, GMM, ഗ്രാം മോളിക്കുലർ മാസ്. ഗ്രാം മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ് ആയിട്ട് റിലേറ്റഡ് ആണ്. ദെൻ വോളിയം ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്, 22.4 ലിറ്റർ. അപ്പൊ നമ്മൾ പണ്ട് എഴുതിയേക്കുന്ന അതേ ഒരു ടേബിൾ ആണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങളുടെ നോട്ടിലൊന്നും നോക്കുക. നമ്മൾ ഇങ്ങനെ എഴുതിയുണ്ടായി മോൾ. മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്പർ, 6.022 ×
10⁻23. ഈ ഒരു ടേബിള് അല്ലെങ്കിൽ ഒരു പേജിൽ നമ്മൾ വലിയൊരു സാധനം എഴുതിയിട്ടാണ് അതിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്തത്. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? ഇത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഗിവൺ മാസ് എന്ന് പറഞ്ഞ മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റമിക് മാസ് ഓർ മോളിക്കുലർ ആണെങ്കിൽ എന്ത് വരും? മോളിക്കുലർ മാസ് കേട്ടോ, ഓർത്തുക. ഓർ എന്തായിരുന്നു? മോളിക്കുലർ മാസ്. ഇങ്ങനൊരു സംഭവം. നെക്സ്റ്റ് നമ്മൾ വന്നു നമ്പർ ഓഫ് പാർട്ടിക്കിൾ അവർ തരും. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഇത്രയും ചെയ്താൽ മോള് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മോള് കിട്ടും, ഇതിൽ നിന്ന് മോള് കിട്ടും. ദെൻ മോള് എന്ന് പറഞ്ഞാൽ നമ്പർ ആണ് ആക്ച്വലി വരുന്നത്. ദെൻ വേറൊരു സംഭവമാണ് വോളിയം എന്നിട്ട് അവർ ചോദിക്കും. വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. 22.7 എവിടെയാ വന്നേക്കുന്നത്? STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെ. STP വരുമ്പോ എന്താണ്? 22.7. പക്ഷെ അവിടെ അത് മാത്രമല്ല, ഐഡിയൽ ആണ്. അതെന്തായിരുന്നു? ഐഡിയൽ. അപ്പൊ ഓർത്ത് നോക്കുക. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ 1 മോൾ എത്രയായിരിക്കും? 22.7 കേട്ടോ, ഓർത്ത് നോക്കുക. ഐഡിയൽ സൊല്യൂഷൻ 1 മോൾ 20. ഇത് ആവറേജ് ആണ് 22.4 ലിറ്റർ. STP-യിലായിരിക്കണം ഇതെല്ലാനും എടുക്കേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി നമ്മൾ ഇവിടെ GMM എഴുതും. എന്തായിരുന്നു? ഗ്രാം മോളിക്കുലർ മാസ്. ഇനി ഇതിന്റെ റിയാലിറ്റിയിലേക്ക് വരാം. എനിക്ക് 3 മോൾ ഓഫ് വാട്ടർ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വാട്ടർ ആണ് കൊണ്ടുവന്ന് തരാം? ഇതിനെ പിടിച്ചെണ്ണാൻ പറ്റുമല്ലോ. ഇത്രയും നമ്പറൊക്കെ എണ്ണി വരുന്നു കഴിഞ്ഞാൽ അല്ലെ, തീരില്ല. അപ്പോ 3 മോൾ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? മോളിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മാസിലേക്ക് മാറ്റണം അല്ലെ, പുറത്തു പോകാം. 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ മതി. അപ്പോ മോളിക്കുലർ മാസ് എത്ര? വാട്ടറിന്റെ H2O 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ 18 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? 1 മോൾ. അപ്പൊ 3 മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 × 18. അങ്ങനെയാണ് നമ്മൾ ഓർത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ 200 കാൽസ്യം കാർബണേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് എന്താ? എക്സൽ ആണ്, മാർബിൾ ആണ് അല്ലെ. നിങ്ങളുടെ കയ്യിൽ ഒരു മാർബിൾ തരുവാണ്, ഞാൻ പറയുന്നത് പ്യുവർ കാൽസ്യം കാർബണേറ്റ് ആണ്, CaCO3 ആണ്. 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാം അത് കൺവേർട്ട് ടു നമ്പർ. അതിൽ എത്ര നമ്പർ ഓഫ് CaCO3 ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എണ്ണാൻ പറ്റുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? 200 ഗ്രാം എന്ന് പറഞ്ഞ ഗിവൺ മാസ്. അതിന് മുകളിലേക്ക് അല്ല, നമ്പർ ആണ് വേണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാ ചെയ്യാ? നമ്മള് 200 ഗ്രാം CaCO3 കാൽസ്യം കാർബണേറ്റ് ഇതാണ് തന്നേക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് ടു നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ട് ജംഗ്ഷൻ പോലെയാ. ആദ്യം എന്ത് ചോദിച്ചാലും മോൾ എഴുതും കണ്ടോ. മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എത്രയാ? 200 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം എത്രയാ? കിട്ടിയാണ്ടോ? 40 അല്ലെ. ഗുഡ്, 40. ദെൻ കാർബൺ എത്രയാ? 12. അപ്പൊ എന്ത് വരും? 40 പ്ലസ് 12 പ്ലസ് 16 × 3. 16 × 3 48. ടോട്ടൽ എത്ര കിട്ടി? 100 ഉണ്ടോ? എത്ര കിട്ടി? 100 കേട്ടോ. നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ അല്ലെ. 200 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടി? 2 ഉണ്ടോ? 2 മോൾ. 2 മോൾ എന്തുണ്ട്? കാൽസ്യം കാർബണേറ്റ്. 2 മോളിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇനി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? 2 × 6.022 × 10⁻23. അപ്പൊ എത്ര കിട്ടി? 12. അല്ലെ 44044 × 10⁻23. 23 ആണ് കേട്ടോ. 23 നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വരുമ്പോൾ ഈ പേജ് ഇങ്ങനെ ഓർക്കണം കേട്ടോ. ഓർത്തോക്ക്. ഈ പേജ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് ഓർത്തോക്കണം. മോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് +2 ഏത് ചാപ്റ്ററിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അത് കറഞ്ഞു വെക്കണം. ഇനി ഇതിൽ രണ്ടാമത്തെ ഏരിയ സ്റ്റോഷിയോമെട്രി, ദെൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മൊളാരിറ്റി, ബൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത്രേ ഉള്ളൂ. ഓർത്ത് നോക്കാം. ദെൻ നമുക്ക് ഇതിന് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരാം. സ്റ്റോഷിയോമെട്രി ഇതൊക്കെ അല്ലേ? സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിലേറ്റീവ് നമ്പർ ആണ് അല്ലെ. സ്റ്റോഷിയോമെട്രി എന്തായിരുന്നു? റിലേറ്റീവ് നമ്പർ ആണ്. അപ്പൊ ആ റിലേറ്റീവ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ക്വസ്റ്റ്യൻസുകൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോകേണ്ടത്. റിലേറ്റീവ് നമ്പർ വെച്ച് കറക്റ്റ് ആയിട്ട് സ്റ്റോഷിയോമെട്രിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു പോകണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന തന്നെ തുടങ്ങാം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് അപ്പുറത്തെ പേജ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഫസ്റ്റ് ഉണ്ടോ? ഒരു മിനിറ്റ്.
ടെക്സ്റ്റ് ബുക്കില് സ്റ്റോഷിയോമെട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. 1.24 കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് സ്റ്റോഷിയോമെട്രി പഠിക്കാനും ക്ലിയർ ചെയ്ത് ചെയ്യാനും വേണ്ടിയിട്ടാണ് 1.24. ക്വസ്റ്റ്യൻ ഒന്ന് ഉറക്കനെ വായിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.24 കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ 1.24. Dinitrogen and dihydrogen react with each other to produce ammonia according to the following chemical equation. എന്നിട്ട് ആ കെമിക്കൽ ഇക്വേഷൻ ആണ്, അത് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെക്കുക. 1.24 എന്നൊന്ന് എഴുതി വെക്കുക. എന്ന് എഴുതി വെക്കുക കേട്ടോ. then അവിടെ തന്നേക്കുന്ന ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. N2 പ്ലസ് H2 gives 2NH3. ഇതാണ് അവർ തന്നേക്കുന്ന ഇക്വേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക, ഇതാണ് തന്നേക്കുന്ന ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ഇഫ് 2 × 10³ gram ഡൈനൈട്രജൻ റിയാക്ട് വിത്ത് 1 × 10³ gram ഓഫ് ഡൈനൈട്രജൻ. ഇതാണ് ചോദ്യം ആയിട്ട് വന്നേക്കുന്നത്. പക്ഷെ ഇങ്ങനെ തരുമ്പോൾ അവർ ആദ്യത്തെ ഇതിൽ തന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രി എഴുതുമ്പോൾ ആദ്യത്തെ റൂൾ എന്തായിരിക്കണം? ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. ഫസ്റ്റ് റൂൾ എന്താ? ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. ഇത് ബാലൻസ്ഡ് ആണോ? ഇല്ല. കണ്ടോ, അവർ പറ്റിക്കാൻ വേണ്ടി ഒരെണ്ണം ബാലൻസ് ചെയ്ത് വെച്ചിട്ടേ മറ്റേത് തരുന്നു. ചില കുട്ടികൾ വിചാരിക്കും ഇത് 2 ഒക്കെ കാണുമ്പോൾ തന്നെ ബാലൻസ്ഡ് ആണെന്ന് എഴുതും കേട്ടോ. ഓക്കെ, പറ്റിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പറ്റിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇതൊന്ന് ബാലൻസ്ഡ് ആക്കണം. അപ്പൊ എന്ത് വരും? 3H2. ഇനി സ്റ്റോഷിയോമെട്രിയുടെ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. പ്രൊപ്പോർഷണൽ ആയിട്ട് ആയിരിക്കും എല്ലാ കെമിക്കൽ റിയാക്ഷനും. പ്രൊപ്പോർഷണൽ കേട്ടോ. ഓർത്ത് നോക്കാം. ആ പ്രൊപ്പോർഷണലില് ഒരെണ്ണം കൂടും ഒരെണ്ണം കുറയും. കുറഞ്ഞ ആളെ നമ്മൾ എന്ത് വിളിക്കും? ലിമിറ്റിംഗ് റിയേജന്റ്. അത് എമൗണ്ടിൽ കുറയുന്നതല്ല, പ്രൊപ്പോർഷണലി ലെസ്. ഒന്ന് പറഞ്ഞേ, വാട്ട് യു മീൻ ലിമിറ്റിംഗ് റിയേജന്റ്? പ്രൊപ്പോർഷണലി ലെസ്. അന്ന് പണ്ട് ഒരു കഥ പറഞ്ഞതിലേക്ക് വരാം. നമ്മള് ചിക്കൻ കറി ഒക്കെ കാണാം. ചിക്കൻ കറിയില് അല്ലെ സാമ്പാറാക്കാം കേട്ടോ. ചിക്കൻ കറിയില് ഞാൻ 1 ടേബിൾ സ്പൂൺ, 1 കിലോന് 1 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തു. അപ്പൊ അയാൾ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാണ് ഉപ്പ് കൂടിപ്പോയിന്ന്. ശരിയാണോ തെറ്റാണോ? എങ്ങനെ ശരിയാവണം? പിന്നെ ഞാൻ 1 കിലോ ചിക്കൻ, അതിന് 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 2 gram ആണ് അല്ലേ? അപ്പൊ ഉപ്പ് കൂടി എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റല്ലേ? ഒരു കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 കിലോ അല്ലെ? നിങ്ങൾ എങ്ങനെ പറയില്ലേ കറിക്ക് ഉപ്പ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉപ്പാണോ കൂടുതൽ കറിനേക്കാളും? പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നോക്കുക. പ്രൊപ്പോർഷണൽ ശരിക്കും 1 കിലോന് എത്രയാണ്? 1 ടേബിൾ സ്പൂൺ. അത് അങ്ങനെ റൂളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഈ വീട്ടിൽ പോയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ സാറ് പറഞ്ഞത് വെറുതെ ആണ് കേട്ടോ. ഓക്കെ, എനിക്കറിയില്ല. അപ്പൊ ഓർത്ത് നോക്കാം, നമ്മൾ എന്തായിരുന്നു? പ്രൊപ്പോർഷണലി ആണ് പറയുന്നത് അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ വരുന്നത്. ശരിക്കും ഏറ്റവും നല്ല ഇത് ഞാൻ പറഞ്ഞു, കെമിസ്ട്രി നടക്കുന്നത് കിച്ചണിലാണ് ആക്ച്വലി അല്ലെ. അതിന്റെ ഒരു ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അല്ലെ, മൈനസ് നിങ്ങൾ കണ്ടല്ലേ ടെമ്പറേച്ചർ ഒക്കെ ചിലതിന് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വേറെ കോമ്പൗണ്ട് ആയി പോകും. അതുപോലെ തന്നെയാണ് ആക്ച്വലി ചില സാധനങ്ങൾ അല്ലെ, കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വേറെ കോമ്പൗണ്ട് ആവും. അപ്പോ കറക്റ്റ് ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് പ്രൊപ്പോർഷണലി ഹൈ. ഉപ്പ് എന്ന് പറയുന്ന സമയത്ത് 1:, അല്ലെ, 1 കിലോഗ്രാം 1000 gram. 1000 ഗ്രാമിന് എന്താണ്? 1 gram. അതായിരുന്നു അതിന്റെ പ്രൊപ്പോർഷൻ. അതിൽ 2 gram ആയാൽ അത് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ പ്രൊപ്പോർഷൻ എന്തായിരുന്നു? ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് 1 mol കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ എഴുതുന്നത് ശ്രദ്ധിക്കുക, 1 mol. 1 mol N2. 1 mol N2. പ്രൊപ്പോർഷൻ എത്രയായിരുന്നു എന്ന് പറഞ്ഞേ? 3 mol H2. അപ്പൊ 1:3 ആണ് മോളിന്റെ പ്രൊപ്പോർഷൻ നമ്പർ. 1 mol N2. ഇതെന്തായിരുന്നു? 3 mol H2. ഇതാണ് ഇതിന്റെ പ്രൊപ്പോർഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിന്റെ മാസിന്റെ പ്രൊപ്പോർഷൻ എന്തായിരിക്കും? അപ്പൊ ഇത് എത്ര കിട്ടും എന്ന് പറയുന്നവര്? 2 mol NH3. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് മോളിലാണ് എങ്കിൽ നിങ്ങൾ മോളിൽ ചെയ്യണം. മോളിലാണെങ്കിൽ എന്ത് ചെയ്യണം? മോളിൽ ചെയ്യണം. ഇനി ഗ്രാമിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമിൽ ചെയ്യണം കേട്ടോ. ഓർത്തോ, ഗ്രാമിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമിൽ ചെയ്യണം. നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചറിയാം. നമ്മൾ വീട്ടിലേക്ക് എഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണോ എടുക്കാറ്? എഗ് 5 എണ്ണം വെച്ച് എത്ര കിലോ അത് നോക്കിയിട്ടാണോ നിങ്ങൾ പ്രൊപ്പോർഷൻ നോക്കാറ്? നിങ്ങളുടെ വീട്ടിൽ അല്ല അല്ലെ? ഓർത്ത് നോക്കുക, നമ്മൾ നമ്പർ ആണ് നോക്കുക അല്ലെ? ഓക്കെ,
അതേ സമയത്ത് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാണ് അല്ലെ. പൗഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്പർ ആണോ നോക്കുക? അല്ലല്ലോ, അല്ലെ കാര്യമായിട്ടാണ് വെയിറ്റ് എടുക്കും അല്ലെ, വെയിറ്റ് ആണ് എടുക്കുക. അപ്പോ എഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണമായിട്ട് എടുക്കുക, അല്ലാതെ പകുതി പൊട്ടിച്ചിട്ട് പകുതി പൊട്ടിച്ച് അങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, ഒരു എഗ് ആയിട്ട് തന്നെ എടുക്കുള്ളൂ, നമ്പർ എടുക്കുള്ളൂ. അപ്പോ നമ്പറിലാണ് തരുന്നതെങ്കിൽ നമ്പർ ആണ് എടുക്കേണ്ടത്. വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വെയിറ്റ് എടുക്കണം. ഇതാണ് റൂൾ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോഡിന്റെ പ്രൊപ്പോർഷൻ കിട്ടി. ഇനി അടുത്ത എന്തായിരിക്കണം, ഗ്രാമിന്റെ പ്രൊപ്പോർഷൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട പ്രസന്റേഷൻ ഇതാണ്. എന്ത് വരക്കണം, ഇത് വരക്കണം, എന്നിട്ട് മോൾ എഴുതി പോവാ, ദെൻ ഗ്രാം എഴുതി പോവാ. എത്ര ഗ്രാം ഉണ്ട്? 1 mol N2 എന്ന് പറയുമ്പോൾ നൈട്രജന്റെ മാസ് എത്രയാ? 16 ആണ്. ഒരു നൈട്രജൻ 14 into 2 എത്രയായിരിക്കും? 28. ഇത് 28 ഗ്രാം. ഇത് എത്രയാ വരുന്നത്? 28 ഗ്രാം പ്ലസ് 3 into 2 എത്രയാ? 6 ഗ്രാം ഹൈഡ്രജൻ. ഇത് എത്ര കിട്ടും ടോട്ടലി? 2 into 17 എന്ത് വെച്ച്? ഓക്കെ, 2 into 17 എത്ര കിട്ടും? 34 ഗ്രാം. അപ്പോ ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പൊ ഇത്രയും എഴുതണം സ്റ്റോഷിയോമെട്രി കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, സ്റ്റോഷിയോമെട്രി കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ ബേസിക് ആയിട്ട് എഴുതണം. ഏത് ക്വസ്റ്റ്യൻ സ്റ്റോഷിയോമെട്രിയുടെ ചോദിച്ചാൽ ഇത്ര എഴുതണം. ഇനി ഫസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേ. ഇതിന്റെ താഴെ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ ആണോ? നല്ല കാര്യം. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. കാൽക്കുലേറ്റ് the mass of ammonia produced 2 into 10⁻³ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാ? 2000 അല്ലേ? 2 into 10⁻³ ഗ്രാം. 2 into 10⁻³ ഗ്രാം dinitrogen mass of ammonia produced if 2 into 10⁻³ gram dinitrogen react with 1 into 10⁻³ gram of dinitrogen. 1 into 10⁻³ gram of dinitrogen. Ah, 2 into 10⁻³ gram dinitrogen react with 1 into 10⁻³ gram hydrogen. നൈട്രജൻ ആണ് ഇത്. 2 into 10⁻³ നൈട്രജൻ. ഇത് എത്രയായിരുന്നു? 1 into 10⁻³ എന്ന് പറയുമ്പോൾ 1000 അല്ലേ? ഓക്കെ, 1 into 10⁻³ ഗ്രാം. ഇത് രണ്ടും തന്നിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് അങ്ങനെയാണോ? അല്ല അല്ലേ? ഓർത്ത് നോക്കുക. അതിൽ എത്രയാണോ പ്രൊപ്പോർഷൻ അത്രയാണ് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ഒരു കടയിൽ പോയിട്ട് 1 കിലോ ചിക്കനും 1 കിലോ മുളക് പൊടിയും കൊണ്ടുവന്നു, രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി കിട്ടും. ശരിയാണോ? അല്ല. അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പ്രൊപ്പോർഷൻ കണ്ടെത്തണം. അപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രൊപ്പോർഷൻ എന്താ? 28 ഗ്രാമിന് എത്രയാ? 6 ഗ്രാം. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ആദ്യത്തെ എളുപ്പമുള്ള വഴിയും പറയാം. ഒരെണ്ണം നിങ്ങൾ തന്നേക്കുന്നത് എഴുതണ്ട കേട്ടോ. ഓർത്ത് നോക്കുക. ഇവിടെ എക്സ് ഇടുക. എളുപ്പമുള്ള വഴി പറയാം ആദ്യം കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എക്സ് ഇട്ടു. നമുക്ക് ഇതിന്റെ പ്രൊപ്പോർഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എത്ര ഗ്രാം ഹൈഡ്രജൻ ഇടണം ഇതിന്, അതാണ് കണ്ടെത്താൻ പോട്ടെ അല്ലെ? ഓക്കെ, അതിനാണെങ്കിൽ എക്സ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? 28. എക്സ് ഈക്വൽ ടു എത്ര വരും? 2 into 10⁻³ into 6. അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര വരും? ഡിവൈഡഡ് ബൈ 28. ഇത്രയും ഗ്രാം ഓഫ് എന്തായിരിക്കും? ഗ്രാം ഓഫ് H2. ഇത്രയും ഗ്രാം ഓഫ് H2 എന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്രാമിന് എത്ര ഗ്രാം എന്നുള്ളതാണ് ആക്ച്വലി വരിക. ഇത് എത്ര കിട്ടും? 2 into 6 12 into 10⁻³ എന്ന് പറയുമ്പോൾ എത്രയാ? 12,000 അല്ലേ? 12,000 ഡിവൈഡ് ബൈ 28. സോ ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും നോക്കിയേ. ആരെങ്കിലും ഇത് ചെയ്ത് സമയം കളയാത്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. എക്സാമിന് നിങ്ങൾ തനിയെ ചെയ്യണം. കിട്ടിയോ? 428.5 കേട്ടോ. 428.5 കിട്ടി. ഇത്രയും ഹൈഡ്രജൻ ആണ് ഇത്രയും വരേണ്ടത്. പക്ഷെ ഇത്രയാണോ തന്നേക്കുന്നത്?
എത്രയാ തന്നിട്ടുണ്ട് അവര്? ആക്ച്വലി തന്നേക്കുന്നത് എത്രയാ? 10⁻³ എന്ന് പറയുമ്പോൾ എത്രയാ? 1000 ഗ്രാം. 1000 ഗ്രാം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം നിങ്ങളുടെ കയ്യില് എന്താണ്ട് കറി പൗഡർ ഉണ്ട് കേട്ടോ. ഓർത്തോ, 1000 ഗ്രാം ഇടണോ? എത്ര ഗ്രാം വേ ചെയ്തെടുക്കും? 428.5. അത്രയും ഗ്രാം നമ്മൾ വേ ചെയ്തെടുക്കും. ബാക്കിയുള്ളത് അവിടെ എന്ത് വരും? എക്സസ് ആയിട്ട് വരും അല്ലെ? ബാക്കിയുള്ളത് എക്സസ് അല്ലെ, അല്ലാതെ ആ ഇത് കൊണ്ടുപോയി കളയൊന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെക്കും. അപ്പോ ഇവിടെ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? ആരാ കുറവ്? ഇത് കുറവാണ്. ഇത് കൂടുതൽ വന്നിട്ടുണ്ട്, എക്സസ് ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഇവിടെ ഇതിന്റെ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? എക്സസ് ഹൈഡ്രജൻ. എക്സസ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എക്സസ്. ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ലിമിറ്റിംഗ് റിയേജന്റ് തന്നേക്കുന്നതിൽ പ്രൊപ്പോർഷണലി കുറവാരായിരുന്നു? നൈട്രജൻ. അപ്പൊ പ്രൊപ്പോർഷണലി ലെസ് ആരാണ്? നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോക്കിയത് ഇതാണ്. 2000 ഗ്രാം എന്നുണ്ടായിരുന്നു നൈട്രജൻ. എത്ര വേണം? 428 ഗ്രാം ഹൈഡ്രജൻ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് എക്സസ് ആണ്. എത്രയാണ് ഗിവൺ ആയിട്ട് തന്നേക്കുന്നത് ക്വസ്റ്റ്യനില്? 1000 ഗ്രാം ഹൈഡ്രജൻ തന്നിട്ടുണ്ട് അല്ലെ? 1000 ഗ്രാം വേണോ? വേണ്ട. അപ്പൊ 1000 ഗ്രാം തന്നത് എക്സസ് ആണ്. അപ്പൊ എക്സസ് ഹൈഡ്രജൻ ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? നൈട്രജൻ. ഇവിടെ ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ വേർഡിൽ എഴുതുന്നത് നിങ്ങൾ സ്കൂളിലൊക്കെ എഴുതിയേക്കുന്ന രീതിയിൽ എഴുതാം. ഇത് നിങ്ങൾക്ക് എറർ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇവിടെ ഓർത്ത് നോക്കാം. സ്കൂളിൽ എഴുതുന്നത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ, നിങ്ങൾക്ക് ഓവർവ്യൂ കിട്ടും. അല്ലെങ്കിൽ കുറേ നിങ്ങൾ പല ഗൈഡോ ബുക്കൊക്കെ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് നോക്കി നിങ്ങൾക്ക് കിട്ടില്ല. ഒറ്റ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തത്? ഇതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? 28 ഗ്രാം എന്തായിരുന്നു? N2 നൈട്രജൻ. റിക്കോർഡ് ടു എത്ര ഗ്രാം വേണം? 6 ഗ്രാം ഹൈഡ്രജൻ. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ 28 ഗ്രാം നൈട്രജൻ റിക്കോർഡ് ടു ഈക്വൽ ടു എത്രയാ? 6 ഗ്രാം ഹൈഡ്രജൻ. 1 ഗ്രാം N2 ഈക്വൽ ടു എത്ര വരും? 6/28. എന്തിനാ ഈ 1 ഗ്രാമിലേക്ക് മാറുന്നേ അല്ലെ? നമ്മൾ വീട്ടിൽ കടകളിലൊക്കെ ചെന്നിട്ട് അല്ലെ മിക്ക 1 കിലോന്റെ വില ചോദിക്കും. എന്നിട്ടാണ് നമ്മൾ അല്ലെ അടുത്ത പറയാ 1 കിലോ എന്താണ് ഏത്തപ്പഴം അല്ലെ നമ്മൾ എത്ര രൂപയാന്ന് ചോദിക്കും. എന്നിട്ട് 2 കിലോ അങ്ങനെയല്ലേ നമ്മൾ ചെയ്ത് പ്രൊപ്പോഷണൽ ആയിട്ട് വെക്കുക. അല്ലാതെ പോയിട്ട് നമ്മളൊരു 500 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം അങ്ങനെയല്ലോ റേറ്റ്. അവിടെയൊക്കെ റേറ്റ് എഴുതുമ്പോൾ 1 യൂണിറ്റിന്റെ എഴുതി വെക്കാറ് അല്ലെ? അതുപോലെ 1ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ ഇനി 2 കിലോ ആണെങ്കിൽ എന്താ? ഇൻറ്റു 2. അപ്പോ അതുപോലെ 1 ഗ്രാം N2 is equal to 6/28 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. Therefore എത്രയുണ്ടായിരുന്നു? 2000 ഗ്രാം അല്ലെ? 2000 ഗ്രാം N2 ഈക്വൽ ടു എന്ത് ചെയ്യും? 6/28 ഇൻറ്റു 2000 ഗ്രാം എന്ത് വരും? H2. ഇതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. കണ്ടോ? ഇവിടെ കണ്ടോ? 2000 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 28 കണ്ടോ? അപ്പോ ഇതാണ്. അപ്പൊ 2000 ഗ്രാം N2 എത്ര വേണം അല്ലെ? ഇത് എത്ര കിട്ടി നമുക്ക്? 428.5 ഗ്രാം H2. അപ്പൊ 2000 ഗ്രാമിന് ഇത് മതി. അപ്പോ എക്സസ് ആയിട്ട് ബാക്കി അവിടെ നിൽക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് എഴുതും? ലിമിറ്റിംഗ് റിയേജന്റ്. ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? N2. ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിയാൽ അത് വലുതായിട്ട് എഴുതണം. ലിമിറ്റിംഗ് റിയേജന്റ് N2. ഈ N2 വെച്ചിട്ടാണ് ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് തീരുമാനിക്കുന്ന ആരായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ്. മറ്റേ ആൾ അവിടെ എക്സസ് ആയിട്ട് നിൽക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പേപ്പർ എടുത്ത് കത്തിക്കുന്നു, പേപ്പർ തീർന്നു, തീ പിന്നെ ഉണ്ടാവും. എന്താണ്ടാവാത്ത? ഓക്സിജൻ ഉണ്ടല്ലോ. അപ്പൊ പേപ്പർ ആണ് ആര്? ലിമിറ്റിംഗ് റിയേജന്റ്. പേപ്പർ ആണ് തീരുമാനിക്കുന്നത് അല്ലെ? അവിടെ എത്ര ഓക്സിജൻ കൂടുതൽ കൊടുത്തിട്ടും കാര്യമില്ല. പേപ്പർ തീർന്ന അവിടെ റിയാക്ഷൻ എന്ത് ചെയ്തു? സ്റ്റോപ്പായി. അതുപോലെ ഇവിടെ കുറവുള്ള ആരാണ്? അയാളാണ് ആ റിയാക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. 1 കിലോ ചിക്കൻ ഉള്ളൂ, പിന്നെ എന്താണ് കുറെ കറി പൗഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അത് എക്സസ് ആയിട്ട് വരും അല്ലെ? ഓക്കെ. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ അവിടെ തീർന്നു. ഇനി നമ്മൾ ആരെ വെച്ചിട്ട് കൊണ്ടുപോകും? ചിക്കനെ വെച്ചിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റ്. ഇവിടെ ഓർത്ത് നോക്കുക. ലിമിറ്റിംഗ് റിയേജന്റ് ആണ് മെയിൻ ആള്. വോളിയം ലിമിറ്റിംഗ് റിയേജന്റ് എന്തായിരുന്നു? ലിമിറ്റിംഗ് റിയേജന്റ് ആണ് പ്രൊഡക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ പ്രൊപ്പോർഷണലി ലെസ്, ആ വേർഡ് ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. പ്രൊപ്പോർഷണലി ലെസ് ടെക്സ്റ്റ് ബുക്കിലെ കാര്യമല്ല പറയണേ കേട്ടോ. ഓർത്ത് നോക്കുക. കൺസ്യൂംഡ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള വേർഡിന്റെ ഡെഫിനിഷൻ ആണ് കിടക്കുന്നത്. അതല്ല, പ്രൊപ്പോർഷണലി ലെസ് എന്നുള്ള വേർഡ് ഓർത്ത് നോക്കുക. നൈട്രജൻ. ഇനി നോക്കിയേ എത്ര നൈട്രജനാ അല്ലെ? 28 ഗ്രാം. ഇതും തമ്മിൽ കണക്ട് ചെയ്യും. അപ്പൊ എങ്ങനെ എഴുതും? 28 ഗ്രാം നൈട്രജൻ ഈക്വൽ ടു എത്ര കിട്ടി? 34 ഗ്രാം NH3. Therefore 1 gram N2 equal to എത്ര വരും? 34 divided by 28 gram of NH3. ടോട്ടൽ എത്രയുണ്ട്? 2 into 10⁻³ എന്ന് പറയുമ്പോൾ 2000 gram N2 equal to എന്ത് വരും?
34 divided by 28 into 2000 gram NH3. ഇതാണ് ആൻസർ ഫൈനൽ എടുക്കുക. അപ്പൊ എന്ത് വരും? 34 divided by 28 into 2000. അത്രയും ഗ്രാം ഓഫ് NH3 വരും. എത്ര കിട്ടും? നോക്കിയേ, അവിടെ കാൽക്കുലേറ്റർ നോക്കുന്നുണ്ട്. സമയം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. 34 into 2000 divided by 28. എത്ര കിട്ടി? 2428. എത്ര വരും? 34 into 2428 കേട്ടോ. 2428. ഇതാണ് ആൻസർ കേട്ടോ. 2428.5 ഗ്രാം NH3. 2428.5 ഗ്രാം NH3. ഇനി ഒരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട്. വിൽ എനി ഓഫ് ദി ടു റിയാക്ടന്റ് റിമൈൻ അൺറിയാക്റ്റഡ്? ഉണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിക്കുക. വിൽ എനി ഓഫ് ദി ടു റിയാക്ടന്റ് റിമൈൻ അൺറിയാക്റ്റഡ്? അൺറിയാക്ട് ചെയ്യാത്തതുണ്ടോന്ന് ഇതില് ആരാള്? ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജൻ എക്സസ് ആണ് തന്നേക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യെസ് വിച്ച് വൺ ആൻഡ് വാട്ട് വുഡ് ബി ഇറ്റ്സ് മാസ്? ഏതാണ് അൺറിയാക്ട് ചെയ്യാത്തത്? അതിന്റെ മാസ് എത്ര എക്സസ് ഉണ്ടെന്ന് എക്സസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇത്രയല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. 1 കിലോ ഉണ്ടായില്ലേ അല്ലെ? 1000 ഗ്രാം ഉണ്ടായി. അപ്പൊ എന്തായിരിക്കും? 1000 മൈനസ് എത്ര വരും? പറയും. 428.5 ഉണ്ടോ? അതാണ് ഹൈഡ്രജന്റെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ 1000 മൈനസ് 428.5 അത്രയും കുറയ്ക്കുമ്പോൾ അല്ലെ? ഹൈഡ്രജൻ ഇവിടെ എക്സസ് അല്ലേ തന്നേക്കുന്നത്, നമ്മൾ മുഴുവൻ ഉപയോഗിച്ചില്ലല്ലോ. 1000 ഗ്രാം ഉണ്ടായിരുന്നു, ഇത്രയും ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് എക്സസ് ആണ്. ആ എക്സസ് ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഇതാണ് ലിമിറ്റിംഗ് റീജിയന്റെ ക്വസ്റ്റ്യൻ. മീനാക്ഷി മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? ബാലൻസ് ഇക്വേഷൻ കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റോഷിയോമെട്രി പഠിക്കുമ്പോൾ ഫസ്റ്റ് റൂൾ ഓർത്ത് നോക്കുക, ബാലൻസ് ഇക്വേഷൻ. സെക്കൻഡ് എന്ത് ഓർത്ത് നോക്കണം? അതിന്റെ താഴെ മോളിന്റെ പ്രൊപ്പോർഷൻ എഴുതണം. അത് കഴിഞ്ഞാൽ എന്ത് ഓർത്ത് നോക്കണം? മാസിന്റെ പ്രൊപ്പോർഷൻ എഴുതണം. അത് കഴിഞ്ഞാൽ എൻട്രൻസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്നും എഴുതി ചെയ്യാനായിട്ട് വരില്ല, നമ്മൾ മനസ്സുകൊണ്ട് ഓർക്കാൻ വേണ്ടി പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾ ഇത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊപ്പോർഷൻ ഇങ്ങനെ എഴുതും, എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇത് കണ്ടെത്തും. ഇത് കണ്ടെത്തുന്ന രീതി എന്താ? ഇത്ര എഴുതിയോ എല്ലാവരും? നിങ്ങൾ എഴുതിയോ? ഓക്കെ, ഇല്ല, ഒന്ന് എഴുതും കേട്ടോ, എഴുതിയിട്ട് മതി കേട്ടോ. ഓക്കെ, തലവേന ഉണ്ടോ? കുഴപ്പമില്ല. ഡോക്ടർ എഴുതിയെടുത്തോ? എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടോ? ദെൻ ഇതിൽ നമുക്ക് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനായി സമയം ഉണ്ടാവുള്ളൂ. പിന്നെ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതിന്റെ ക്വസ്റ്റ്യൻ മാറ്റില്ല, വീഴൊന്നുമില്ല. ഓക്കെ, ഈ ബോർഡ് വാങ്ങിച്ചപ്പോൾ ഒരടി ഇത് ഇത്രയും വരെ ഉണ്ടായുള്ളൂ, അതിനേക്കാളും വലുത് സെറ്റാക്കാൻ വേണ്ടി മാറ്റിയതാണ്. പുതിയ ബോർഡാണ്, കുഴപ്പമുണ്ടായില്ല. ഒരു 3-4 മാസം
ഉപയോഗിച്ചോളൂ. ചെയ്തല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയ മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ആണ്. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സൊല്യൂഷൻ എന്നാണ്. ആ ചാപ്റ്ററിൽ അതെല്ലാം ഉണ്ട്. ഇവിടെ ഓർത്ത് നോക്കാം, അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പൊ ഈ ഇവിടെ നിന്ന് നേരെ കണക്ട് ചെയ്യുന്നത് പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ പേര് സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും വരും. അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം. സ്റ്റോഷിയോമെട്രി മൊളാരിറ്റി ഒക്കെ വെച്ച് നോക്കുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ. ഒരു വെൽഡിംഗ് ഗ്യാസിന്റെ ഒക്കെ ഓർമ്മയുണ്ടോ? ആരൊക്കെയെങ്കിലും വെൽഡിംഗ് ഗ്യാസിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വരാം ഈ ചാപ്റ്ററിൽ. അപ്പൊ നിങ്ങൾ ആ ലാസ്റ്റത്തെ 3 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ലാസ്റ്റത്തെ 3 ഒന്ന് നോക്കുക. അത് തന്നെയാണ് ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാവുന്നതിൽ മാക്സിമം കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് വെക്കുക, ഒന്ന് ചെയ്യാൻ നോക്കാം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇത്തിരി ടഫായിട്ട് വരുന്ന ആ വെൽഡിംഗ് ഗ്യാസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ഇത് എടുക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം എന്നാണ് പറയാ. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം അത് ഇനി നിങ്ങൾ പ്രാക്ടിക്കൽ ചോദിച്ചു. ആ പ്രാക്ടിക്കല് നമുക്ക് എന്തുണ്ടാവും? 3 മോളാർ. അങ്ങനെ പറഞ്ഞാൽ അതെന്താ? 3 മോൾ പ്രസന്റ് ഇൻ 1 ലിറ്റർ. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. അല്ലാതെ നമ്മളെ അടുത്ത് അല്ലെ ഇപ്പൊ ആസിഡ് ആണ്, അതിന്റെ അല്ലെ കോൺസെൻട്രേഷൻ നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ അറിയാൻ 3 മോൾ 4 മോൾ എന്ന് പറഞ്ഞ് മൊളാരിറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും. ആ മൊളാരിറ്റി വെച്ചിട്ടാണ് ക്ലിയർ ചെയ്ത് പോവുക. പ്രാക്ടിക്കലി സമയത്ത് സോൾട്ട് അനാലിസിസിന്റെ സ്കീം കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കണം കേട്ടോ. സ്കീം എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പ്രിലിമിനറി, പിന്നെന്തായിരുന്നു? കൺഫർമേറ്ററിക്ക് മുമ്പായിട്ട് എന്തുണ്ട്? കാറ്റയോൺ ആണോ ആനയോൺ ആണോ? ആനയോണിൽ ആദ്യം കണ്ടെത്തിയത് പെട്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആനയോണിൽ ആദ്യം എന്തായിരുന്നു കിട്ടി? കാർബണേറ്റ്. കണ്ടോ? എന്തായിരുന്നു? കാർബണേറ്റ്. സെക്കൻഡ് എന്തായിരുന്നു? അസറ്റേറ്റ് കേട്ടോ. തേർഡ് എന്തായിരുന്നു? മെയിൻ ജനറൽ സ്കീമാണ് ഹാലൈഡ്. എന്തായിരുന്നു? ഹാലൈഡ്. ഫോർത്ത് എന്തായിരുന്നു? നൈട്രേറ്റ്. ലാസ്റ്റ് എന്തായിരുന്നു? സൾഫേറ്റ്. ഫോസ്ഫേറ്റ് ഉണ്ട്. ഫോസ്ഫേറ്റ് നിങ്ങൾക്ക് ജനറലി വെക്കാറില്ല കേട്ടോ. ഓർക്കുക, മെയിൻ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറയും. ഓരോ സ്കൂളിന് ചെറിയ രീതിയിൽ വ്യത്യാസം വരും. അതിന് കൺഫർമേറ്ററിയിൽ വ്യത്യാസം വരും. ഈ പറയുന്ന ഡിറ്റക്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ആനയോൺ കാറ്റയോൺ ആദ്യം നമ്മുടെ ആനയോൺ 5 എണ്ണം ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് ഓർഡറിൽ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നതാണ് സ്കീമിലെ ഏറ്റവും എളുപ്പം. ആദ്യം എന്തായിരുന്നു? കാർബണേറ്റ്, അസറ്റേറ്റ്, ഹാലൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഒന്നുകൂടി പറഞ്ഞേ, വേഗം പറ. കാർബണേറ്റ്, അസറ്റേറ്റ്, നൈട്രേറ്റ്, ഹാലൈഡ് പറഞ്ഞു കഴിഞ്ഞു. ഹാലൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ് കേട്ടോ. എനിക്ക് മാറിയതാ അല്ലെ? ഒന്നുകൂടി പറയാം. കാർബണേറ്റ്, അസറ്റേറ്റ്, ഹാലൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. അവിടെ നിന്ന് പറഞ്ഞു. കാർബണേറ്റ്, അസറ്റേറ്റ്, ഹാലൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. സൾഫേറ്റ്. ഹാലൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ് കേട്ടോ. സൾഫേറ്റ്. മീനാക്ഷി എന്താണത്? ഓക്കെ, ഇവിടെ വന്നോ? ഓക്കെ, വിവേകാനന്ദന്റെ സ്റ്റൈലാണ് അല്ലേ? വിവേകാനന്ദനെ കേട്ടല്ലേ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിഷയമൊന്നുമില്ല കേട്ടോ. ഓർത്തോ. വേറെ ആളുണ്ട് വിവേകാനന്ദൻ കേട്ടല്ലേ? വിവേകാനന്ദന്റെ കഥ. പുള്ളി എന്ത് ചെയ്യും? ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എല്ലാവരും ഉറങ്ങണമെന്ന് കരുതും. പക്ഷെ എന്ത് ചെയ്യും? മനസ്സിലിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇട്ട് വരും കേട്ടോ. ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഓക്കെ.
ആ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിൽ പോയിട്ടാ പറഞ്ഞു. സൾഫേറ്റ് എന്ന് പറഞ്ഞു. സൾഫേറ്റ്. നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഫ്രെയിം പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. അപ്പൊ ഇതുപോലെ തന്നെ എന്തിന്റെയും നോക്കണം, കാറ്റയോണിന്റെയും. ഏതൊക്കെയാണ്? ആദ്യത്തെ എന്തായിരുന്നു? സീറോ ഗ്രൂപ്പ്. ആരായിരുന്നു? അമോണിയം. സീറോ ഗ്രൂപ്പ് എന്തായിരുന്നു? അമോണിയം. സ്കീം പഠിക്കാതെ ശരിക്കും ലാബിൽ കയറ്റാൻ പാടുള്ളതാണ് കേട്ടോ. ഓക്കെ, അമോണിയം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? അസിയോണ്ട് കിട്ടി, ലെഡ് അല്ലെ. സെക്കൻഡ് ഗ്രൂപ്പ് വെക്കില്ല എന്ന് പറയും അല്ലെ. എന്തായിരുന്നു അത്? കോപ്പർ. കണ്ടോ, കോപ്പർ കിട്ടി അല്ലെ. അങ്ങനെ നിങ്ങൾ ഗ്രൂപ്പുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ കേട്ടോ. ഓർത്ത് നോക്കുക. സീറോ ഗ്രൂപ്പ് ഏതായിരുന്നു? അമോണിയം. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതായിരുന്നു? ലെഡ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്തായിരുന്നു? കോപ്പർ. ആ ഹരിയിട അല്ലെ. ഓക്കെ, സമയമാവട്ടില്ലല്ലോ. ഓക്കെ, അപ്പോ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ അടുത്ത ക്ലാസ് വരുമ്പോൾ പേര് മാത്രം പഠിക്കാം. ഞാൻ ഇതൊന്നും അല്ല പറയുന്നത്. ഇനി ആദ്യത്തെ ടെസ്റ്റുകൾ, കൺഫർമേറ്ററി അല്ല, ടെസ്റ്റ് എടുത്തിട്ട് അല്ലെ, നമുക്ക് ആദ്യം ഒരു പ്രസൻസ് കിട്ടണം. അതിന്റെ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾ ഈ 5 പഠിച്ചല്ലേ, ആ ഒരു ഓർഡർ ഒക്കെ കിട്ടുമല്ലോ. ഫസ്റ്റും ലാസ്റ്റും HCl. ഒന്ന് ഓർത്തെ, ഫസ്റ്റും ലാസ്റ്റും HCl. ഒന്ന് കൂടി പറഞ്ഞേ. ഈ 3 H2SO4. ഈ 3 മിഡിലുള്ള 3 H2SO4. ഫസ്റ്റും ലാസ്റ്റും. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എഴുതുമ്പോൾ ടു ലിറ്റിൽ ഓഫ് സോൾട്ട് ടേക്കൺ, ആ വേർഡൊക്കെ ഉണ്ടാവും, അതൊക്കെ ചേർത്തേക്കണം. പക്ഷെ പഠിക്കാൻ എളുപ്പത്തിന് പറയാം. ഇതില് ഫസ്റ്റില് പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് 5 ടെസ്റ്റ് പഠിക്കാൻ. ആദ്യത്തേൽ നമ്മൾ HCl എടുക്കും. HCl ഇങ്ങനെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുന്ന സമയത്ത് ബ്രിസ്കഫറൻസ് വന്നാൽ അതെന്തായിരിക്കും? പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ഫസ്റ്റ് എന്താ ഇടാം? സോൾട്ട് എടുത്തു, അതിലേക്ക് എന്തിടുന്നു? HCl. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്താ? ലിറ്റിൽ അല്ലെ, ലിറ്റിൽ എമൗണ്ട് ഓഫ് സോൾട്ട് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അങ്ങനെ വേർഡിലേക്ക് എഴുതി അതൊക്കെ വേണം. അതാണ് നിങ്ങൾ എഴുതുമ്പോൾ 3 കോളം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. ആ 3 കോളത്തിൽ ആദ്യത്തെ ഏരിയയില് നമ്മൾ എടുക്കുന്നതാണ് അല്ലെ റിസൾട്ട്. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റിലാണ് കുറച്ച് HCl എടുത്ത് അതിലേക്ക് സോൾട്ട് ഇടുമ്പോൾ ബ്രിസ്കഫറൻസ് വന്ന എന്തായിരിക്കും? പ്രസൻസ് ഓഫ് കാർബണേറ്റ്. അത് കിട്ടിയില്ലെങ്കിൽ ആബ്സെന്റ്. അടുത്ത എന്തായിരുന്നു? ഈ 3 എന്തായിരുന്നു? ആദ്യത്തെ 2 HCl, ബാക്കി 3 H2SO4. രണ്ടാമത്തേല് H2SO4 ആഡ് ചെയ്യും. H2SO4 ആഡ് ചെയ്യുമ്പോൾ വിനെഗർ സ്മെല്ല് വന്ന അസറ്റേറ്റ്. വിനെഗർ സ്മെല്ല് വന്ന എന്തായിരിക്കും? അസറ്റേറ്റ്. ചിലത് റോഡിലൊക്കെ ഇട്ടവര് പേസ്റ്റ് ആക്കിയിട്ട് സ്മെല് ചെയ്യാൻ പറയും. അത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ H2SO4 മിക്സ് ചെയ്യുമ്പോൾ വിനെഗർ സ്മെല്ല് വന്ന അസറ്റേറ്റ്. തേർഡ് ഹാലൈഡ് ആണ്. അതിന് മാത്രം 3 ഉണ്ട്. നമ്മൾ H2SO4 ആഡ് ചെയ്യും. അപ്പൊ ദേ ഒരു ഒരു കളർലെസ് ഗ്യാസ് വരും. കളർലെസ് ഗ്യാസ്, ഒരു പഞ്ചൻ സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ എന്ത് മിക്സ് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4 വെച്ച് അതിന്റെ റോഡ് എടുത്തിട്ട് ഇങ്ങനെ മുക്കും. അപ്പൊ എന്ത് കിട്ടും? ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. കണ്ടോ, ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. അങ്ങനെ വന്നാൽ പ്രസൻസ് ഓഫ് ക്ലോറിൻ, ഹാലൈഡ്. പ്രസൻസ് ഓഫ് ഹാലൈഡ് കേട്ടോ. ഓർത്ത് നോക്കും, മിക്കതും ക്ലോറിൻ ആണ്. അതാണ് തേർഡ്. ഇനി ഫോർത്തില് എന്തായിരുന്നു? ആക്ച്വലി എന്തായിരുന്നു? H2SO4 ഇട്ടിട്ട് പേപ്പർ ബോൾ ഇടും, അല്ലെങ്കിൽ കോപ്പറിന്റെ ചിപ്സ് ആണ്. ആക്ച്വലി പേപ്പർ ബോൾ ഇടുമ്പോൾ എന്ത് ഫ്യൂംസ് വരും? ബ്രൗൺ ഫ്യൂംസ് വരും. ബ്രൗൺ ഫ്യൂംസ്, അത് പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. രണ്ട് കൺഫർമേറ്ററി എന്തായിരുന്നു? എല്ലാവർക്കും ഒരാൾ കൺഫർമേറ്ററി ഏതായിരിക്കും? ബ്രൗൺ റിംഗ് ടെസ്റ്റ് അല്ലെ. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് FeSO4 ഇടും. എന്നിട്ട് ആ ടെസ്റ്റ് സൈഡിൽ കൂടി നമ്മൾ H2SO4 ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബ്രൗൺ റിംഗ് ഒക്കെ വരും. അത് കൺഫർമേറ്ററി. അപ്പൊ നമ്മള് സ്കീം പഠിക്കുക എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയിട്ട് ആദ്യം ഓരോന്നല്ല പഠിക്കുക, ടോട്ടാലിറ്റി ഓർഡറിൽ ഓർത്ത് നോക്കാം. ആദ്യം എത്ര കാറ്റയോൺ ഉണ്ട്? 5 ഏതൊക്കെയായിരുന്നു? കാർബണേറ്റ്, ഇങ്ങനെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അല്ലെ, ഇതാണ് ആനയോൺ. അത് കഴിഞ്ഞ് കാറ്റയോണിന്റെ ഓർഡർ ഇങ്ങനെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതില് ഒരു ലോജിക്, ആദ്യത്തെ ലോജിക് എന്തായിരുന്നു? ഫസ്റ്റും ലാസ്റ്റും HCl, മിഡില് H2SO. അത് കഴിഞ്ഞിട്ട് ഓരോ കൺഫർമേറ്ററി പഠിക്കാം. കൺഫർമേറ്ററി ഞാനിപ്പോ പറയാത്തതിന് കാരണം സ്കൂൾ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. കൺഫർമേറ്ററിയില് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എല്ലായിടത്തും എന്തായാലും കമ്പൽസറി ആണ്, അതുകൊണ്ട് പോകും. അല്ലാതെ ഇപ്പൊ പിന്നെ അതുപോലെ നെസ്ലസ് സ്റ്റേജ് അത് എല്ലായിടത്തും ഓക്കെയാണ്. പക്ഷെ ആദ്യത്തെ കാർബണേറ്റിന്റെ ഒക്കെ നിങ്ങൾക്ക് പല രീതിയിൽ H2S ഗ്യാസിന്റെ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ സ്കൂളിൽ തന്നേക്കുന്ന സ്കീം അനുസരിച്ച് മാത്രം അത് കൊണ്ടുവരിക. ഓരോരുത്തരും ചെറിയ വ്യത്യാസം അങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കുക. നെസ്ലസ് സ്റ്റേജിന്റെ എന്തായിരുന്നു? കെമിക്കൽ ഫോർമുല ഓഫ് നെസ്ലസ് സ്റ്റേജ് എന്തായിരുന്നു? K2HgI4. +2 ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ മാസത്തോടുകൂടി +2 ഇത് തീരും. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനുകളിലൊന്നാണ് നെസ്ലസ് സ്റ്റേജിന്. പിന്നെ റെക്കോർഡ് നിങ്ങളുടെ ഇതുണ്ടാവുമല്ലോ, പ്രൊജക്ട് വൈവ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. പ്രൊജക്ട് വൈവ
പ്രൊജക്ട് അടുത്ത വർഷം നിങ്ങൾ ചെയ്യും. ആ പ്രൊജക്ട് വൈവേ എന്നായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ്. ഇപ്പൊ ഈ കെവിയിൽ വന്നേക്കുന്നതിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റൻ പ്രൊജക്ട് വൈവേ എന്നാണ് നിങ്ങളുടെ കഴിഞ്ഞാക്കുന്ന അവിടെ വന്നത്. അടുത്ത വർഷം വേറെ ആൾക്കാരായിരിക്കും വരുന്നത്, എന്നാലും പ്രൊജക്ട് വൈവ് വരും. നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞേ K2HgI4 എന്ന് പറഞ്ഞേ K2HgI4 K2HgI4. അതുപോലെ ബ്രൗൺ റിങ്ങിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതിയില്ലേ? എഴുതിയില്ല? അടുത്ത വർഷം എന്തായാലും എഴുതി കേട്ടോ. ഓക്കെ, വിഷമിക്കണ്ട, അടുത്ത അത് ചോദിക്കും കേട്ടോ. ഓക്കെ, എല്ലാത്തിനെയും കൺഫർമേറ്ററി ഇക്വേഷൻ എഴുതിപ്പിക്കും കേട്ടോ. ഓക്കെ, അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും സ്കീമിൽ, അല്ലെങ്കിൽ കൺഫർമേറ്ററിയിൽ എന്തായാലും ഇക്വേഷൻ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. നോക്കാം, നിങ്ങളുടെ താഴെ ഒരു ഇക്വേഷൻ ഉണ്ടാവും സ്കീമിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ പഠിച്ചു നോക്കണം, ആ രീതിയിലാണ് വരിക കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ആണ്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ? ക്യാപിറ്റൽ M. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. റെഡിമെയ്ഡ് ഇക്വേഷൻ ഞാൻ ഒരെണ്ണം തന്നിരുന്നു +2 നിങ്ങൾക്ക് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് മെയിൻ ക്വസ്റ്റൻസ് ചെയ്യുക. അതെന്തായിരുന്നു ഒന്ന് എഴുതിയേ? W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ VML. കേട്ടോ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ +2 ഈ ഇക്വേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? രണ്ടും സെയിം തന്നെയാണ്. മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ്, എല്ലാവരോടും ചോദിക്കട്ടെ എന്നിട്ട് വിടുള്ളൂ, മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. കേട്ടോ, ഇൻ ലിറ്റർ ഫുൾ ആയിട്ട് എഴുതാം, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി W2 ബൈ M2 എന്ന് പറഞ്ഞാൽ W2 എന്തായിരുന്നു? ഈ 2 കൊടുത്ത എന്താ? മാസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട്. മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട്, ആറ്റം ആണെങ്കിൽ ആറ്റമിക് മാസ്. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് രണ്ടും എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ആണ്. ഇനി ഇത് ലിറ്ററിലല്ല ML ആണ് എങ്കിൽ, കണ്ടോ, വോളിയം ബൈ സൊല്യൂഷൻ ലിറ്റർ ആ. ഇത് ML ആണെങ്കിൽ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 1000. ആ 1000 ആണ് മുകളിലേക്ക് വന്നേക്കുന്നത്. ഇതും സെയിം തന്നെയാണ് ഇത്. ഇനി എന്തിനു ഇത് എഴുതുന്നു? മിക്കപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ഈ M2 ആയിരിക്കും ചോദിക്കുന്നത്. M2 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ അതാണ്. അപ്പൊ ഒന്ന് ചെയ്തേ കേട്ടോ, ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിയേ, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ എഴുതാം. അത് എഴുതിയിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 1.5 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. 1.5 ഈ ക്വസ്റ്റൻ എഴുതണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ 1.5 എക്സസൈസ് 1.5 എന്നിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ വിടാം. 1.5 ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.5 ഇക്വേഷൻ എഴുതി. ക്വസ്റ്റൻ ഒന്നും കൂടി വായിക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സോഡിയം അസറ്റേറ്റ്. ശ്രദ്ധിക്കുക കേട്ടോ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സോഡിയം അസറ്റേറ്റ് required to make 500 ml of 0.3C5 മോളാർ അക്വ സൊല്യൂഷൻ. ഇത് ഇത്രയും കണ്ടോ എന്തൊക്കെ എഴുതും? 500 ml എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷനില് വോളിയം കുഴപ്പമില്ലോ, VML അല്ലേ വന്നേക്കുന്നത്. എത്രയാ? 500 ml. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ എഴുതണം എക്സാമിന്. 500 ml അത് എഴുതി. ഇനി എന്ത് ചെയ്യും? അടുത്തത് എന്താ? 500 ml ഓഫ് 0.375 മോളാർ അക്വ സൊല്യൂഷൻ. മോളാർ എന്ന് പറഞ്ഞാൽ എന്താ? മൊളാരിറ്റി. മൊളാരിറ്റി തന്നു. ക്യാപിറ്റൽ M, ഈ ക്യാപിറ്റൽ M തന്നെയാണ്. ക്യാപിറ്റൽ M എത്രയായിരുന്നു? 0.375 ഇത് തന്നു ഓൾറെഡി. 0.375. ഇനി മോളാർ മാസ് ഓഫ് സോഡിയം അസറ്റേറ്റ്. മോളാർ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതായിരുന്നു മോളാർ മാസ്? M2 മോളാർ മാസ്. M2 മോളാർ മാസ് 82.0245. എന്തായിരിക്കും ഫൈൻഡ് ചെയ്യേണ്ടത്? മിത്ര പറഞ്ഞു. ഏതായിരിക്കും? W2. ഓക്കെ, W2 എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് സോല്യൂട്ട്. എന്തായിരുന്നു? മാസ് ഓഫ് സോല്യൂട്ട്. അപ്പൊ ഇവിടെ കണ്ടോ ഇത് തന്നു. അപ്പൊ നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. കണ്ടോ, അപ്പൊ എങ്ങനെ എഴുതും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 0.375 ഈക്വൽ ടു കൊണ്ട് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ എഴുതി ഈക്വൽ ടു W2 അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്തായിരുന്നു? 82.0245 ഇൻറ്റു ML ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് 1000 ഡിവൈഡഡ് ബൈ 500 ആണോ. ഓക്കെ, ഇത് കട്ട് ചെയ്യുമ്പോൾ 2. ഇനി എന്തായിരിക്കും? W2 അത് എന്താണെന്ന് എഴുതണം. W2 എന്താ? വെയിറ്റ് ഓഫ് സോല്യൂട്ട്. W2 ഈക്വൽ ടു എന്ത് വരും? ഇത് പുറത്തേക്ക് പോകും അല്ലേ. അപ്പൊ എന്ത് വരും? 0.375 ഇൻറ്റു 82.0245 ഡിവൈഡഡ് ബൈ 2. ഇത്രയും ഗ്രാം ആണ് കിട്ടുക. ഇത് കിട്ടുന്നത് ഗ്രാമിലായിരിക്കും. ഇത്രയും ഗ്രാം.
അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം ആണ്, 1 hour എക്സാം ആയിരിക്കും. ബാക്കി ടൈം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 4-ന് നിങ്ങൾക്ക് 4-ന് എത്താൻ പറ്റൂലേ? 4-ന് വെച്ചാൽ 5 ആകുമ്പോൾ എക്സാം കഴിയും. പിന്നെ 1.5 hours ഉണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം പറഞ്ഞ് മാർക്കും കിട്ടി പോകാൻ പറ്റും കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ 4 to 6:30 കേട്ടോ നെക്സ്റ്റ് ക്ലാസ് വെക്കുന്നത്. 4 to 6:30 ആയിരിക്കും. 1 hour എക്സാം ഉണ്ടാവുള്ളൂ കേട്ടോ. കറക്റ്റ് ടൈമിൽ തന്നെ വരണം നിങ്ങൾ. അപ്പോ മറക്കരുത് 3 ചാപ്റ്റർ കേട്ടോ. ഫസ്റ്റ് 3 ചാപ്റ്റർ ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ? സം ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കേട്ടോ. മറക്കരുത്. ഇത്രയും വരെ നിൽക്കട്ടെ. അപ്പൊ പഠിച്ചിട്ട് വരാൻ നോക്കുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യോ കേട്ടോ. മാർക്ക് കുറഞ്ഞാലൊന്നും ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. മാർക്ക് കുറഞ്ഞാലൊന്നും ഇഷ്യൂ ഒന്നുമില്ല. ഒരു ടോപ്പ് 5 ആയിട്ടുള്ള ആൾക്കാരുടെ ഞാൻ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ എന്തായാലും ഇടും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ വിഷമാവും. അല്ലെങ്കിൽ അവർ പഠിച്ചിട്ട് വന്നിട്ട് എന്റെ മാർക്കൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ വിഷമമൊക്കെ ആവും. മിത്രയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അങ്ങനെ മാർക്ക് അല്ലെ, അമിത്രല്ല ഹരി പറഞ്ഞല്ലേ എല്ലാവരും ഇടണം. സിയോണം ഹരിയും അന്ന് നമ്മൾ ഡിസ്കഷൻ വന്നപ്പോ ഗ്രൂപ്പിൽ അല്ലെ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, എല്ലാവരും ഇട്ടേക്കാം കേട്ടോ, ഓർത്തോക്കാം. അന്ന് അവരൊരു ചലഞ്ച് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ആ സമയത്ത് നിങ്ങളുടെ പേപ്പർ മാത്രം അയച്ചു തരും, ആൻസർ കീ അയച്ചു തരും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എനിക്ക് വിശ്വാസമാണ് കേട്ടോ, ഓർത്തോക്കാം. അതുകൊണ്ട് അവര് അപ്പൊ തന്നെ അതിന്റെ മാർക്കൊക്കെ പറയണം കേട്ടോ. അന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തു പോകും. അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാവും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.